Good day, my dears. Here we are again with the textbook Nature Matters Readings on Life and Nature. We will continue with our one-act play Matsyaganti, directed by, and acted by Sajitha Madathil. Now open your textbook at page number 62. We have discussed things till the middle of the page. That is, for you it stings, right? Fish sting. She prepares to go out selling fish. So നമ്മൾ പറഞ്ഞുവല്ലോ എന്താണ് കഥ. ഒരു മുക്കുവ സ്ത്രീ അല്ലെ, അവള് വിധവയാക്കപ്പെട്ടു അല്ലെ, വിധവയായ ഒരു മുക്കുവ സ്ത്രീയാണ് അവളിപ്പോ. സോ 2 കുട്ടികളുണ്ട്. സോ എന്താണ്, ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല അല്ലെ. അവൾ എന്ത് ചെയ്യണം, രാവിലെ അല്ലെ 4 മണിക്ക് എഴുന്നേറ്റ് മാർക്കറ്റിൽ അല്ലെ, ഫിഷ് മാർക്കറ്റിൽ പോയി അവിടെ നിന്നും മത്സ്യം കടമായിട്ട് വാങ്ങിയിട്ട് അത് കൊണ്ടുപോയിട്ട് വിറ്റ ശേഷം അതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നും കടം വീട്ടി അല്ല, അതിൽ നിന്നും ബാക്കിയാവുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു മുക്കുവ സ്ത്രീയുടെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ അവൾ അല്ലെ പലതരം ഭീഷണികൾ അല്ലെ നേരിടുന്നവളാണ്. എസ്പെഷ്യലി ടൂറിസം പോലെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് എന്താണ്, തീരദേശങ്ങളൊക്കെ അല്ലെ എന്താണ് വിദേശികൾക്ക് വെയിൽ കായാനുള്ള സ്ഥലമായി മാറുമ്പോൾ അല്ലെ എന്താണ്, സ്വദേശികളായിട്ടുള്ളവർ അല്ലെ വയറ് വിശക്കുന്ന അല്ലെ സ്വദേശികളെ എന്ത് ചെയ്യാണ് ഗവൺമെന്റ് അവിടെ നിന്നും അല്ലെ മാറ്റി ദൂരങ്ങളിലോട്ട് അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അല്ലെ അവർക്കിടയിൽ എന്ത് ചെയ്യാണ്, വിദേശികൾ വെയിൽ കായുന്ന പ്ലേസിൽ അല്ലെ ഒരു മതിൽ കെട്ടി വെക്കുകയാണ്. സോ അതുകൊണ്ടല്ലേ നമ്മുടെ സ്വദേശികളായ കടലിന്റെ മക്കളായ അല്ലെ ആൾക്കാർ എന്തായി പോകുന്നു, കടലിൽ നിന്നും ഒരു ബ്രിഡ്ജ് അല്ലെ ഒരു വോളിനാൽ അല്ലെ ഒരു മതിലിനാൽ അല്ലെ 2 ഭാഗത്ത് ആക്കപ്പെടുകയാണ്. സോ ആ ഒരു കാര്യങ്ങള് അവൾ എന്ത് ചെയ്യാണ്, വളരെ എക്സ്പ്രഷനിസം അല്ലെങ്കിൽ സിംബോളിസം ഒക്കെ കൂടി ചേർത്ത് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സജിത മഠത്തിൽ. സോ നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, അവള് രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ അല്ലെ എന്താണ്, അവളല്ലേ പുറത്തൊന്ന് സ്വപ്നത്തിൽ എന്ന പോലെ ഒന്ന് അല്ലെ ഒരു നിമിഷം സ്വയം മറന്ന് അവിടെ നിന്നു പോവുകയാണ് അല്ലെ. ബിക്കോസ് നമ്മൾ പറഞ്ഞു അല്ലെ, ഇപ്പോഴും എന്താണ്, ഹസ്ബൻഡിന്റെ മരണത്തിന്റെ ഷോക്ക് അവളിൽ നിന്നും മാറിയിട്ടില്ല. സോ അത് അല്ലെ സ്വയം മനസ്സിലാക്കാൻ അവള് ശ്രമിക്കുകയാണ്. സോ അവള് രാവിലെ അല്ലെ എന്താണ് മകളോട് പറയാണ് അല്ലെ, എന്താ പറയുന്നത് നോക്കാം. മോളെ, ഫെച്ച് മൈ ബാഗ് വിൽ യു, അമ്മ ഹാസ് കുക്ക്ഡ് സം റൈസ് ഫോർ യു, ഐ കെപ്റ്റ് ഇറ്റ് ഓവർ അല്ലെ. മോളെ, നീ ആ ബാഗിങ് എടുത്താട്ടെ അല്ലെ, അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട അല്ലെ ചോറും കറിയും ഒക്കെ അല്ലെ കുറച്ച് വെച്ചിട്ടുണ്ട് അവിടെ. See if you can get some fish for the curry from the beach. സോ അല്ലെ നീ എന്ത് ചെയ്യും, ബീച്ചിൽ ഒന്ന് പോയി നോക്കിയിട്ട് അല്ലെ കറി വെക്കാനായിട്ട് വല്ല മത്സ്യവും കിട്ടുമോ നോക്ക്. ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ലിറ്റിൽ ബ്രദർ. സോ ആ ഒരു അവസ്ഥ നമ്മൾ അല്ലെ മാറി മറിഞ്ഞിട്ട് കാണുന്നുണ്ട്. സോ മുക്കുവ സ്ത്രീകളായ അല്ലെ അരയ സ്ത്രീയായ അല്ലെ ഇവര് തന്നെ എന്താണ് ഇപ്പോ ഫിഷ് മാർക്കറ്റിൽ അല്ലെ പോയിട്ട് ഫിഷ് വാങ്ങേണ്ട അവസ്ഥയാണ് അല്ലെ. അരയൻ മരിച്ച ഒരു വിധവയുടെ അവസ്ഥ അല്ലെ എന്താണ് ഇങ്ങനെയാണ് എന്നുള്ളതാണ്. And take care of your little brother. Don't go out to play. നമ്മൾ പറഞ്ഞു അല്ലെ എന്താണ്, മകൾ മാത്രമല്ല അതിന്റെ താഴെ ഒരു ചെറിയൊരു ബ്രദറും ഉണ്ട് അല്ല, അവനെ ശ്രദ്ധിച്ചോളണം അല്ലെ, നീ പുറത്തൊന്നും പോയിട്ട് കളിക്കരുത്. അമ്മ വിൽ ബി ബാക്ക് സൂൺ അല്ലെ, അമ്മ വേഗം വരും. സോ പുറത്തൊന്നും പോയിട്ട് കളിക്കരുത് അല്ലെ, കളിച്ചാൽ ആ ഒരു വാണിംഗ് അവിടെ ഉണ്ട്. Yesterday
when I got back home, the kids had already gone to sleep. So അവള് നമ്മളോട് പറയാണ്, ബിക്കോസ് നമ്മൾ പറഞ്ഞു അല്ലെ ഒരു ഏകാംഗ നാടകമാണ്, അവളുടെ ആക്ഷനും ഒക്കെയും അല്ലെ നമ്മൾ പറഞ്ഞു ഡ്രാമാറ്റിക് മോണോലോഗിൽ അങ്ങനെയാണ് നമ്മൾ അല്ലെ വിത്ത് പ്രസൻസ് ഓഫ് ദി അതർ ക്യാരക്ടേഴ്സ് വി വിൽ ഫീൽ ത്രൂ ദ എക്സ്പ്രഷൻസ് അല്ലെ delivered by the one character. So this one character will be acting as if the other characters are present and already present on the stage, and also the actions are going on. So കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും അല്ലെ അത് പ്രസന്റ് ചെയ്യുക. സോ നമ്മളല്ല അവരുടെ വാക്കുകളിൽ നിന്നാണ് അല്ലെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആൾക്കാരുടെ എക്സ്പ്രഷൻ പോലും നമ്മൾക്ക് മനസ്സിലാവുക അല്ലെ അവരുടെ ആക്ഷനിലൂടെയാണ്. സോ ആ ഒരു അല്ലെ കാരണം വേറെ ക്യാരക്ടേഴ്സ് ഇല്ല. സോ ആ ക്യാരക്ടേഴ്സ് എന്ത് തോന്നുന്നു എന്നുള്ളതൊക്കെ ഇവര് എന്ത് ചെയ്യും, സംഭാഷണത്തിലൂടെ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കും. ഓ നീ ചിരിക്കുകയാണോ അല്ലെ, നീ കരയുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെ എന്തെങ്കിലും നമുക്ക് അല്ലെ ആ ഒരു കേൾക്കുന്നവന്റെ അല്ലെ ഭാവങ്ങളും എന്ത് ചെയ്യും, എന്താണ് എന്ന് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കും. സോ അവൾ എന്ത് ചെയ്യാണ്, അവിടെ നിന്നും പോവുകയാണ്. സോ ഷീ റീച്ചസ് അറ്റ് ദി ഹാർബർ നൗ. സോ ആ ഒരു ഹാർബർ അല്ല ആ ഒരു ഫിഷ് മാർക്കറ്റിന്റെ സൈഡിൽ തുറമുഖത്തിൽ അടുത്തായിട്ട് അവൾ എത്തുകയാണ്. സോ ഒരു മുഖം അല്ലെ കടലിന്റെ മുഖം മാറാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെ, എന്താണ് പുതിയ അല്ലെ വലിയ ഹാർബറൊക്കെ വന്നിട്ടുണ്ട് അല്ലെ, വലിയ വലിയ കപ്പലുകളാണ് അല്ലെ, ചെറിയ ഒറ്റമരത്തടിയിൽ കൊത്തിയ തോണി എവിടെയും അല്ലെ തിരകളിൽ ഉലയുന്നത് കാണാനില്ല അല്ലെ, എന്താണ് എങ്ങും അല്ലെ മനുഷ്യനെ പേടിപ്പെടുത്തുന്ന അല്ലെ കാതുകൾക്ക് എന്താ പറയാ നമ്മളെ ഒരു തരം ഡിസ്റ്റർബൻസ് തരുന്ന അല്ലെങ്കിൽ കണ്ണുകളെ അല്ലെ പേടിപ്പെടുത്തുന്ന വലിയ ഭീമാകാരനായ കപ്പലുകളാണ്. സോ അവൾ എന്ത് പറയുന്നു നോക്കാം. Today too there is nothing but അയല ആൻഡ് മത്തി. ഓ ഇന്നും അല്ലെ എന്താണ്, ഓ വേറെ ഒന്നുമില്ലേ, അയലയും മത്തിയും തന്നെ. People are supposed to be eat something, right? ഓ എന്താണ്, അയലയാണെങ്കിലും മത്തിയാണെങ്കിലും അല്ലെ ഇനി വാങ്ങുകയേ നിവൃത്തിയുള്ളൂ, ആളുകൾക്ക് എന്തെങ്കിലും തിന്നണ്ടേ. സോ അവള് അല്ലെ ഇവിടെ നോക്കുക, അവൾ എന്ത് ചെയ്യുകയാണ്, ഷീസ് മോക്കിങ് യു. അവള് അല്ലെ നമ്മുടെ ആ ഒരു ഹൈ കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുണ്ടല്ലോ, അതായത് ഫിഷ് മാർക്കറ്റിന്റെ സൈഡിൽ എത്തുമ്പോൾ ഹോ എന്തൊരു നാറ്റം എന്ന് പറയുകയും അല്ലെ, തീൻമേശയിൽ നല്ല ചില്ലി ഒക്കെ പുരട്ടി അല്ലെ എന്ത് ചെയ്യാം, മീൻ വെക്കുമ്പോൾ അല്ലെ സ്പൂണൊക്കെ വെച്ച് കഴിക്കുന്ന ആ ഒരു ഹൈ കാസ്റ്റ് ആൾക്കാർ, അവരുടെ നേരെയുള്ള ഒരു തരം പുച്ഛമാണ് ഈ ഒരു സെന്റൻസ്. പീപ്പിൾ ആർ സപ്പോസ് ടു ഈറ്റ് സംതിങ്, റൈറ്റ്? അല്ലെ ആളുകൾക്ക് എന്തെങ്കിലും തിന്നണ്ടേ എന്നുള്ളതാണ്. സോ അത് വേണമെങ്കിൽ എന്ത് വേണം, തിന്നണ്ടിക്കൽ അല്ലെ എന്നെ പോലെയുള്ളവര് ഇങ്ങനെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോകണം എന്നുള്ളതാണ്. ഐ ഷുഡ് പിക്ക് ആൻഡ് ചൂസ്. ഓ സോ ഈ മത്തിയും അയലയും അല്ലെ ഇത് വിറ്റും അടുത്തു, കാരണം അല്ലെ ആളുകൾക്ക് അധികം ചെലവാകുന്നില്ല അല്ലെ, എപ്പോഴും ഇത് തന്നെയാണോ എന്നുള്ളതാണ്. സോ ഐ ഷുഡ് പിക്ക് ആൻഡ് ചൂസ്. സോ അത് തന്നെ ഞാൻ അല്ലെ ചൂസ് ചെയ്യണം, വേറെ വഴിയൊന്നുമില്ല. ഹാഫ് ഓഫ് വാട്ട് ഐ ഗോട്ട് ഇൻ മൈ ബാസ്കറ്റ് യെസ്റ്റർഡേ വാസ് ബാഡ് സ്റ്റഫ്. ഓ ഇന്നലെ കിട്ടിയത് എന്താണ്, പകുതിയും അല്ലെ ചീഞ്ഞ മത്തിയും അയിലയും ആയിരുന്നു. ആൻഡ് യു ആർ സപ്പോസ് ടു പേ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓൺ ദ ഡെറ്റ് പ്രോംപ്റ്റ്ലി. സോ എന്താണ്, എന്ത് വേണം നമ്മൾ അല്ലെ കടം വീട്ടാൻ അല്ലെ, നമ്മള് പ്രോംപ്റ്റ്ലി പറഞ്ഞാൽ എക്സാക്ട്ലി അല്ലെ വളരെ കൃത്യമായിട്ട് തന്നെ അത് ചെയ്തോളണം, അല്ലെങ്കിൽ അല്ലെ പ്രശ്നമാണ് അല്ലെ, നമ്മുടെ പൈസ തന്നവനല്ലേ പ്രശ്നം ഉണ്ടാക്കും. സോ നമ്മളല്ലേ കടമൊക്കെ വീട്ടണ്ടേ. സോ എങ്ങനെ അല്ലെ ചീഞ്ഞ മത്തിയും അയിലയും കൊണ്ടുപോയാലല്ലേ എന്ത് കിട്ടാനാ. She acts as if she is having an argument with the fish traders and now walks up with the fish. So എന്ത് ചെയ്യാണ് അവളല്ലേ അത് പറഞ്ഞിട്ട് ഫിഷ് ട്രേഡർ അല്ലെ ആ ഒരു അവൾക്ക് അല്ലെ എന്താണ് കരാറ് പോലെ അല്ലെ ഫിഷ് കൊടുക്കുക, അത് വിറ്റ് കിട്ടി ബാക്കി അല്ലെ എന്ത് ചെയ്യാ, അവള് പൈസ മുഴുവനും കൊടുത്തത് വാങ്ങാറില്ല, കുറച്ച് പൈസ അല്ലെ കൊടുത്തിട്ട് അവള് ഫിഷ് വാങ്ങും അവിടുന്ന്
കുറച്ചധികം, എന്നിട്ട് എന്ത് ചെയ്യും, വിറ്റ് കഴിഞ്ഞ ശേഷം അവള് ബാക്കിയുള്ള പൈസ കൊടുക്കും എന്നുള്ള രീതിയിലാണ്. സോ അവള് ആ ഒരു ബാർഗെയിനിങ് ചെയ്യുകയാണ്, അത്ര തന്നാ പോരെ അല്ലെ എന്നൊക്കെയുള്ള. സോ അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, ഷി ആക്ട്സ്, അല്ല അവള് അഭിനയിക്കുകയാണ് അല്ലെ അയാളോട് ഒരു എന്താണ് ഒരു ബാർഗെയിനിങ് നടത്തുന്നതായിട്ട്. നൗ വാക്സ് ഓഫ് വിത്ത് ദ ഫിഷ്. എന്നിട്ട് അങ്ങനെ അവള് ഫിഷ് വാങ്ങിക്കുകയാണ്, എന്നിട്ട് അതും കൊണ്ട് അവള് നടക്കാൻ തുടങ്ങുകയാണ്. സോ അവളുടെ ആ ഒരു ഇറിറ്റേഷൻ, ബാർഗെയിൻ ചെയ്തതിന്റെ ഇറിറ്റേഷൻ തീരുന്നില്ല. വിൽ ഇറ്റ് ഡു ഇഫ് ഐ പേ അപ്പ് ഓൺലി ഹാഫ് ദ മണി ടുഡേ? സോ ഇന്ന് ഞാൻ പകുതി പൈസ തന്നാ പോരെ, അത് പോരെ ഇന്ന്? നോ, ഓ പറ്റില്ലേ. സോ അയാള് അല്ലെ നോ എന്ന് പറഞ്ഞു. സോ അത് അവള് തന്നെ പറയാണ്. സോ നമ്മൾ പറഞ്ഞു അല്ലെ, ഡ്രാമാറ്റിക് മോണോലോഗ് അല്ലെങ്കിൽ മോണോലോഗിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്, അവിടെ ഒറ്റക്ക് അല്ലെ ഒരാള്, ഏകാംഗ നാടകം ആയതുകൊണ്ട് തന്നെ അല്ലെ ഒരാള് പറയുമ്പോൾ അല്ലെ മറ്റുള്ള അവരുടെ റിയാക്ഷൻ, അവരുടെ റെസ്പോൺസ് അല്ലെ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പലപ്പോഴും എടുത്തു പറയേണ്ടി വരും. സോ ഇതൊരു അല്ലെ ഈ ഒരു വർക്ക് എങ്ങനെയാണ് ഒരു മോണോലോഗ് എന്നുള്ള രീതിയിൽ അല്ലെ അനലൈസ് ചെയ്യാൻ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. കാരണം അല്ലെ ദ റെസ്പോൺസ് അല്ലെ ഓൾസോ വിൽ ബി ഷോൺ അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ഇൻ എ വെരി ലൈറ്റ് വേ ബൈ ദി വൺ ക്യാരക്ടർ അല്ലെ ഹു ടേക്സ് ദ ഓൺലി ബോൾ ഇൻ ദി പ്ലേ. സോ അയാൾ അല്ലെ എന്ത് പറഞ്ഞു, നോ ഒന്നും പറ്റില്ല അല്ലെ, എന്താ ചെയ്യണം, പൈസ റൊക്കം തന്നിട്ട് അല്ലെ മുഴുവനായിട്ട് പൈസ തന്നിട്ട് വേണം നീ ഇത് എടുക്കാൻ എന്ന് അയാൾ പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് അല്ലെ ഇറിറ്റേഷനാണ്. അവൾ എന്ത് പറയാണ്, ബാസ്റ്റഡ്, ഹേയ് ഗിവ് മീ എ ഹാൻഡ് ഹിയർ. എന്താണ് തന്തയില്ലാത്തവരല്ലേ, നായിന്റെ മക്കൾ എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. എന്നിട്ട് അത് അവൾ എന്ത് ചെയ്യാണ്, ഒന്ന് ഇത് തലയിലോട്ട് അല്ലെ വെക്കാനൊന്ന് സഹായിച്ചേ, ഗിവ് മീ എ ഹാൻഡ് ഹിയർ. സോ അവിടെ നമ്മൾ അല്ലേ അവിടെ ഗിവ് മീ എ ഹാൻഡ് ഹിയർ, പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ളതാണ്. സോ അവിടെ ഗിവ് മീ എ ഹാൻഡ് ഹിയർ എന്ന് പറയുമ്പോൾ അല്ലെ അത് വെറും ഒരു അല്ലെ അത് എല്ലാവരോടുമായിട്ടുള്ള ഒരു പറച്ചലാണ്. നമ്മളവിടെ അല്ലെ വെറും അല്ലെ എൻ്റെ ഈ കുട്ട എടുത്തൊന്ന് തലയിൽ വെക്കൂ എന്നുള്ളതല്ല. സോ ഈ ഒരു ജീവിതത്തിന്റെ മാറാപ്പ് അല്ലെ അത് എന്നെ വഹിച്ചു കൊണ്ടുപോവാൻ അല്ലെ എന്നെ ഒന്ന് സഹായിക്കൂ എന്നുള്ള ഗവൺമെന്റിനോടും കൂടിയുള്ള ഒരു വേർഡ്സ് ആണ്. അത് ഒരുപാട് അല്ലെ ഡബിൾ മീനിങ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മീനിങ്സ് നമുക്ക് അല്ലെ അതിലോട്ട് വരുന്നുണ്ട്. സോ എന്നെ സഹായിക്കൂ എന്നുള്ളതാണ്. സോ ഇങ്ങനെ അല്ലെ ഒരു വിധവയായ അല്ലെ ഒരു സ്ത്രീ 4 മണിക്ക് അവൾ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. എന്നിട്ടും അല്ലെ എന്താണ് മാർക്കറ്റിൽ വന്ന് മുഴുവൻ പൈസ കൊടുത്ത് മീന് വാങ്ങി കൊണ്ടുപോകാൻ അല്ലെ ഉള്ള എന്തില്ല, അത്രയും അല്ലെ പൈസയൊന്നും അവളെ കഴിയില്ല അല്ലെ, ആരും സഹായിക്കുന്നില്ല, ഗവൺമെന്റും സഹായിക്കുന്നില്ല അല്ലെ, ഫിഷ് മാർക്കറ്റിലെ ആൾക്കാരും അല്ലെ, പിന്നെന്താണ് ആകെ അവളുടെ തലയിലെ മുകളിലുള്ളത് എന്താണ്, ഇൻട്രസ്റ്റ് അല്ലെ ചോദിച്ചു വരുന്ന മണി ലെൻഡർ ആണ് അല്ലെ, പൈസ കടം കൊടുത്തവൻ ചോദിക്കുന്ന ഇൻട്രസ്റ്റ്. സോ ഗിവ് മീ എ ഹാൻഡ് ഹിയർ, പുട്സ് ദ ബാസ്കറ്റ് ഓൺ ഹർ ഹെഡ്. അങ്ങനെ അവള് അല്ലെ ആരോ വന്ന് സഹായിച്ചു അല്ലെങ്കിൽ സഹായിച്ചോ എന്ന് നമുക്കറിയില്ല. സോ അവള് ബാസ്കറ്റ് എടുത്ത് തലയിൽ വെക്കുകയാണ്. ലെഫ്റ്റ് ഹോം അറ്റ് 4 in the morning. രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാ. ഇറ്റ് വാസ് ഓൾറെഡി ലേറ്റ് ബൈ ദ ടൈം ഐ റീച്ച് ദ ഹാർബർ. അല്ലെ, സോ തുറമുഖത്ത് എത്തുമ്പോഴത്തേക്കും അല്ലെ തുറമുഖത്ത് എത്തുമ്പോഴത്തേക്കും നേരം വൈകി. ലേറ്റ്. സോ എന്താണ് നേരം വൈകിയത് അല്ലെ, അവളവിടെ കുറച്ച് സമയം അല്ലെ അവിടെ വീട്ടില് നമ്മൾ കണ്ടതാണ് അല്ലെ, അവള് ഡ്രീം വേൾഡില് അല്ലെ അവള് സ്വയം ഇരുന്നു പോയി എന്നുള്ളതാണ്. സോ ഇതൊന്നും അല്ലെ സ്വപ്നാടനവും അല്ലെ ഇതൊന്നും അല്ലെ ആർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, പാവപ്പെട്ടവന് പറഞ്ഞിട്ടുള്ളതല്ല അല്ലെ. സോ പാവപ്പെട്ടവൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ദ വെരി റിയാലിറ്റീസ് ഓഫ് ലൈഫ് അല്ലെ, എന്താണ് മത്തി ചീഞ്ഞു പോയോ അല്ലെ, പൈസ ഇൻട്രസ്റ്റ് ഉള്ള പൈസ കൊടുത്തവനല്ലേ ഇൻട്രസ്റ്റിന് വരുമോ, മുഴുവൻ പൈസ റൊക്കം കൊടുക്കാതെ അല്ലെ മീന് കിട്ടുമോ, ഇങ്ങനെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് അവൻ അത് മാത്രം ബോധഡാകാൻ ആയിട്ട് വിധിക്കപ്പെട്ടവനാണ് അല്ലെ. സ്വപ്നങ്ങളും അല്ലെ അങ്ങനെയുള്ളതൊന്നും അവന് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ പറഞ്ഞ് സ്വപ്നങ്ങൾ കണ്ടിരുന്നാൽ എന്താവും, ലേറ്റ് ആവും അല്ലെ. ലേറ്റ് ആയാൽ മാർക്കറ്റിലെത്താൻ ലേറ്റ് ആയാൽ അതിന്റെ കോൺസിക്വൻസസ് ആണ് എന്തൊക്കെയാണ്.
അല്ലെ അവിടെ ആൾറെഡി ആൾക്കാരല്ലേ നല്ല സ്ഥലങ്ങളിൽ, അതായത് ഒരുപാട് ആളുകൾ ഫിഷ് വാങ്ങാൻ വരുന്ന സ്ഥലങ്ങളിലൊക്കെ അല്ലെ സാമർഥ്യമുള്ള ആൾക്കാർ വന്ന് ഇരിക്കും. അല്ലെ എനിക്ക് ഇവൾക്കോ പ്ലേസ് കിട്ടില്ല. അപ്പോൾ അല്ലെ എന്താണ് മീന് വിൽപ്പന കുറയും. അല്ലെ ആൾറെഡി കിട്ടുന്നത് വെറും ചീഞ്ഞ മത്തിയും അയിലയുമാണ്. അത് തന്നെ അല്ലെ മര്യാദയ്ക്ക് വിൽക്കണമെങ്കിൽ എന്ത് വേണം? നല്ല അല്ലെ വ്യാപാരം നടക്കുന്ന അല്ലെ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു നല്ല പ്ലേസിൽ പോയിരിക്കണം. സോ ഇതൊന്നും അല്ലെ പലപ്പോഴും അവൾക്ക് പറ്റാറില്ല എന്നുള്ളതാണ്. പിന്നെന്താ അവള് പറയുന്നത് നോക്കിയേ. And later still, by the time I managed in the din and bustle to pay up and get some fish. സോ അല്ലെ ഞാൻ ആൾറെഡി ലേറ്റ് ആയിരുന്നു. പിന്നെയോ അഗെയിൻ അല്ലെ ലേറ്റർ സ്റ്റിൽ പിന്നെയും പിന്നെ ലേറ്റ് ആയി. എന്താണ് ഞാനല്ലേ ഒരുവിധം ഈ തിക്കും തിരക്കും അല്ലെ അതിനിടയ്ക്ക് ഓടി എവിടെ എത്തുമ്പോ മാർക്കറ്റിലെത്തി അല്ലെ ആ ഫിഷൊക്കെ വാങ്ങുമ്പോ. സോ ആ ഒരു ഡിൻ ആൻഡ് ബസ്റ്റൽ എന്ന് പറഞ്ഞ എന്താണ് നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ. സോ ആ ഒരു ഡിൻ ആൻഡ് ബസ്റ്റൽ അല്ലെ ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലൈഫ് അല്ലെ ജീവിതം അവളിലേക്ക് എത്തിക്കുന്ന ആ ഒരു തിക്കും തിരക്കുമാണ്. സോ അവളുടെ ചിന്തകളും അല്ലെ അവളുടെ ആ ഒരു എന്താണ് റിയാലിറ്റിയിലേക്ക് വരാനുള്ള അല്ലെ ആ ഒരു പെട്ടെന്ന്, കാരണം അല്ലെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു, പെട്ടെന്നാണ് അല്ലെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. മാർക്കറ്റിലോട്ട് വരാകുകയോ അല്ലെ രാവിലെ എഴുന്നേറ്റ് വരികയും അല്ലെ മീന് വിൽക്കാനൊക്കെ ഉള്ള ഒരു വേറൊരു അല്ലെ സ്റ്റൈൽ ഓഫ് ലൈഫിലേക്ക് അവള് വഴുതി വീഴുന്നത് വളരെ പെട്ടെന്നാണ്. സോ അതുകൊണ്ട് തന്നെ അല്ലെ എന്താണ് പലയിടത്തും അല്ലെ അവള് സ്റ്റെപ്സ് അല്ലെ ഇങ്ങനെ തളർന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും അല്ലെ അങ്ങനെ വീഴാൻ പറ്റില്ല. അല്ലെ സൈഡില് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല എന്ന് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ വീഴാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലെ വി ഷുഡ് വാക്ക്. അതാണ് അല്ലെ ജീവിതത്തിന്റെ ഒരേ ഒരു ശരി അത് മാത്രമാണ്. അല്ലെ യു ആർ ഗോട്ട് ടു വാക്ക് സ്ട്രേറ്റ്. അല്ലെ യു കാൻ റിയലി fall because there is no one to help you out. To pay up and get some fish. അല്ലെ സോ പൈസ കൊടുത്തല്ലേ ഫിഷ് വാങ്ങാൻ പിന്നെയും ലേറ്റ് ആയി ഞാൻ. ആൻഡ് ദ പ്രൈസ്, പിന്നെ പൈസ അല്ലെ അയ്യോ അതൊന്നും പറയണ്ട അല്ലെ പ്രൈസ്. ഓ ഡിയർ ഫിഷ് കോസ്റ്റ് സോ ഡിയർ നൗ. ഓ എന്റെ പ്രിയരെ അല്ലെ എന്റെ മക്കളെ അല്ലെ എന്താണ് മീനിനൊക്കെ ഇപ്പൊ അല്ലെ എന്താ പൈസ. ഫിഷ് കോസ്റ്റ് സോ ഡിയർ നൗ. And then there is the money for wages, money for transport, money for ice and sawdust, so you can eat your fish fresh. So rhyming അല്ലെ വളരെ റൈമിംഗ് ആയിട്ട് എഴുതിയിട്ടുള്ള അല്ലെ ഫിഷ് കോസ്റ്റ് സോ ഡിയർ നൗ അല്ലെ നോക്ക് എത്ര ഒരു കവിത പോലെ ഉണ്ട് അല്ലെ അതിന്. വെരി ബ്യൂട്ടിഫുൾ. And then there is the money for wages, money for transport, money for ice and sawdust. സോ നമ്മളല്ലേ ആ ഒരു എന്താണ് റിതം നമ്മൾ ഈ ഒരു വൺ ആക്ട് പ്ലേസ് ഒക്കെ പലപ്പോഴും എന്താണ് നമ്മുടെ റൈഡേഴ്സ് ടു ദ സീയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ അതൊക്കെ എന്താണ് പോയട്രിയുടെ രൂപത്തിലാണ് പലതും എഴുതിയിട്ടുള്ളത്. സോ ആ ഒരു കവിതയുടെ അല്ലെ ഒരു ഛായ അല്ലെ ഇവിടെ വരുന്നുണ്ട് പല ലൈൻസിലും. സോ നമ്മളല്ലേ ഇങ്ങനെ എന്താണ് ഫിഷ് അല്ലെ എത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് വേണം അത് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാൻ. സോ അതൊക്കെ അല്ലെ വിറ്റ് പോണ്ടിക്കൽ തന്നെ വളരെ പണിയാണ്. എന്തൊക്കെ ഉണ്ട് അതിൻ്റെ അടുക്കല്ലേ, ആർക്കൊക്കെ പൈസ കൊടുക്കണം, അവൾ അതാണ് പറയുന്നത്. അല്ലെ മണി ഫോർ ദ വേജസ് പറഞ്ഞാൽ കൂലി കൊടുക്കാൻ ഉള്ള പൈസ. അല്ലെ പലതരം കൂലികൾ ഉണ്ടാകും. നമ്മളല്ലേ ആ ഒരു മീന് ഇയാളുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ അല്ലെ കൂലി കൊടുക്കണം. മണി ഫോർ ട്രാൻസ്പോർട്ട് അല്ലെ അത് അടുത്ത പ്ലേസിലേക്ക് എത്തിക്കെട്ടിക്കല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ബസ് കയറി മാർക്കറ്റിലോട്ട് അല്ലെ ഇതും ഈ ഒരു ബാസ്ക്കറ്റും എടുത്തിട്ട് അല്ലെ ബസ് കയറിയിട്ട് മാർക്കറ്റിലോട്ട് എത്തണം, അതിന് പൈസ വേണം. മണി ഫോർ ഐസ് അല്ലെ സോ ഇത് മാർക്കറ്റിലോട്ട് എത്തുന്നത് വരെ അത് ചീഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ട് ഐസ് അല്ലെ കുറച്ച് ഐസും വാങ്ങിച്ച് അതിലിടണം, അതിനും പൈസ വേണം. പിന്നെന്താണ് സോ ഡസ്റ്റ് അല്ലെ പിന്നെന്താണ് ഈർച്ചപ്പൊടി അല്ലെ സോഡസ് പറഞ്ഞ എന്ത് മരപ്പൊടി ഉണ്ടല്ലോ. എന്താണ് ഈ മരപ്പൊടി? അതായത് ഒരു ടെക്നിക്ക് ആയിരിക്കും. അവര് അല്ലെ നമ്മൾ എന്ത് ചെയ്യും,
ആ ഒരു പാത്രത്തില് സൈഡിലായിട്ട് അല്ലെങ്കിൽ അടിയിലായിട്ട് കുറച്ച് മരപ്പൊടി ഇടും, അല്ലെ അതിന്റെ മേലെ എന്തെങ്കിലും ഒരു സാധനം അല്ലെ വിരിച്ചിട്ട് എന്ത് ചെയ്യും, അതില് ഫിഷ് വെക്കും, എന്നിട്ട് അതിന്റെ ഏറ്റവും മേലെ അല്ലെ ഐസ് വെക്കും. സോ അങ്ങനെ ആവുമ്പോൾ എന്താവില്ല, ആ ഒരു തണുപ്പ് വേഗമൊന്നും പോവില്ല അല്ലെ, ഫിഷ് ചീഞ്ഞു പോകില്ല വേഗമൊന്നും. ആൾറെഡി കിട്ടുന്നത് ചീഞ്ഞ ഫിഷാണെന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇങ്ങനെയൊക്കെ അല്ലെ കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, യു ആർ ഏബിൾ ടു ഈറ്റ് ദ ഫിഷ് ഫ്രഷ് അല്ലെ, ആ ഒരു നല്ല അല്ലെ ഫ്രഷായ മത്സ്യം അല്ലെ നിങ്ങളെ കഴിക്കാനായിട്ട് നിങ്ങൾ യോഗ്യരാവുന്നത് അപ്പോഴും മാത്രമാണ് അല്ലെ. നമ്മളിങ്ങനെ പല വിധത്തിൽ നമ്മളല്ലേ ബേജാറായിട്ട് ഇത് ഫ്രഷ് ആക്കാനായിട്ട് ബോധേഡ് ആവുമ്പോൾ, എന്നിട്ടോ അങ്ങനെയുള്ള നമ്മളെ കാണുമ്പോൾ അല്ലേ നിങ്ങൾ എന്ത് പറയും, മീന് നാറുന്നല്ലോ. സോ അല്ലെ ഫ്രഷായ ഫിഷ്, സോ അത് ചീഞ്ഞാലല്ലേ അതെന്ത് തന്നെയാണ്, നാറ്റം തന്നെയാണ് എന്നുള്ളൊരു കളിയാക്കലാണ് ഇവിടെ കാണിക്കുന്നത്. സോ എന്നാലും നിങ്ങൾക്കല്ലേ എന്താണ് ഫിഷ് നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പറയുമ്പോൾ അല്ലെ അത് തന്നെയാണ്. സോ നിങ്ങളല്ലേ ഫ്രഷ് ആയിട്ട് കഴിക്കുന്നു, കാരണമല്ലേ എന്താണ് നാറാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു ഐഡിയയാണ്. അതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് ഒരു ഭാഗം തന്നെയാണ് അല്ലെ, അത് ഏറ്റെടുക്കാതെ വേറെ നിവൃത്തിയില്ല. അഗെയിൻ നോക്കിയേ അടുത്തതായിട്ട്, din and bustle at the bus stop. People wrinkle their noses at the fish basket and at the smell of the fish, as if in reaction to this, she tells. So reaction to this എന്ന് പറഞ്ഞിട്ട് അവിടെ അല്ലെ ബാക്കി എന്താണ് അവള് പറയുന്നതാണ്. സോ അവിടെ ഷീ ടെൽസ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ പിന്നെയും അല്ലെ അവിടെ എന്താണ് ആ ഒരു തിക്കും തിരക്കുമാണ് അല്ലെ, ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴും അവിടെ തിക്കും തിരക്കുമാണ്. അവൾ ആൾറെഡി പറഞ്ഞു ഒരുപാട് തിക്കും തിരക്കും അല്ലെ, അതിലൂടെ ഉന്തിപ്പിടിച്ച് വേണമല്ലേ ഞാൻ മാർക്കറ്റിൽ എത്താൻ. ഈ ഫിഷിനെ കാണുമ്പോഴും എല്ലാവരും അല്ലെ ബസ് നിർത്തുക പോലും ഇല്ല. ഫിഷ് ആൾക്കാരല്ലേ ബസ് അത് കൊണ്ടുപോയി വെച്ചാൽ അല്ലെ ആൾക്കാരൊക്കെയും മുഖം ചുളിക്കാൻ തുടങ്ങും അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ പലതരം എക്സ്പ്രഷൻസ് ആണ് അല്ലെ, തീൻമേശയിൽ കണ്ടാൽ മാത്രമല്ല അതിൽ ചാടി വീഴുന്ന ആൾക്കാരല്ലേ എന്താണ് ഫിഷ് അല്ലെ, ബാക്കിയുള്ള പ്ലേസസിലൊക്കെയും ഉണ്ടാ അതിന് നേരെ ഒരുതരം അല്ലെ പുച്ഛം, ഇത് അല്ലെ ഏതോ ഒരു ലോകത്തിലെ സാധനമാണ് അല്ലെ, ഞാൻ കഴിക്കുന്നതല്ല എന്നുള്ളതൊരു ഭാവമാണ് എല്ലാവർക്കും. People wrinkle their noses at the fish basket and the smell of the fish. So ആളുകൾ എന്ത് ചെയ്യാണ് അല്ലെ, ആളുകൾ പ്രകടനം നടത്താൻ തുടങ്ങുകയാണ്, അവരുടെ അല്ലെ ഓവർ ആക്ടിങ് തുടങ്ങുകയാണ്. As if in reaction to this she tells. So ഇത് കണ്ട് അവള് പറയുകയാണ്. And they say I stink, fish stink അല്ലെ, അവര് പറയുകയാണ് ഞാൻ അല്ലെ മീൻ നാറുന്ന വിള എന്ന് പറയുകയാണ്. Going around selling fish, what else can I smell of അല്ലെ. അപ്പൊ നിങ്ങൾ പറ അല്ലെ, ഈ ഫിഷും കൊണ്ട് നടക്കുന്ന ഞാൻ അല്ലെ, ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിധി അല്ലെ വന്ന ഞാൻ ഇതും തലയിൽ വെച്ച് നടക്കുമ്പോൾ അല്ലെ, ഓഫ്കോഴ്സ് അതിൽ ഏതെങ്കിലും വിധത്തിലല്ലേ അതൊക്കെ എൻ്റെ ദേഹത്ത് കുറച്ച് വെള്ളമൊക്കെ ഉറ്റും അല്ലെ ഐസൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നതാണ്. സോ ഇങ്ങനെയുള്ള എന്നെ അല്ലെ മീനല്ലാണ്ട് വേറെ അല്ലെ ചന്ദനം മണക്കുമോ നിങ്ങൾ പറ എന്നുള്ളതാണ്. ജാസ്മിൻ അല്ലെ എന്താണ് മുല്ലപ്പൂ മണക്കുമോ എന്നെ, ഒരിക്കലും ഇല്ല അല്ലെ, എൻ്റെ പണി അതല്ല. These fellows, don't they have mothers and sisters? അല്ലെ എന്താ ഇവറ്റകള് അല്ലെ, ഇവർക്ക് എന്താ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? It's such a tough job selling fish അല്ലെ, മീൻ വിൽക്കുക എന്ന് പറയുന്നത് എന്താണ് വളരെ അല്ലെ പ്രയാസകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അരയൻ അല്ലെ എന്ത് ചെയ്യും, കടലിൽ അല്ലെ ജീവൻ പോലും പണയം വെച്ച് പോയിട്ട് വന്ന് അല്ലെ ആ മീന് അരയെത്തി അല്ലെ എന്ത് ചെയ്യും, വിൽക്കും. പക്ഷെ എന്താണ് അരയെത്തി അങ്ങനെ അല്ലെ സ്വന്തം ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവളല്ലേ മാർക്കറ്റിൽ വന്നിട്ട് മീൻ വാങ്ങി അല്ലെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ടുമല്ലേ നിങ്ങൾ അവള് അടുത്ത് വരുമ്പോൾ എന്താ പറയാ, സോ നാറ്റം അല്ലെ സഹിക്കാൻ പറ്റുന്നില്ല. But when you have a plate full of fish on the dining table, it's so delicious, isn't it? പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അല്ലെ നിങ്ങൾ ഈ തീൻമേശയിലോട്ട് ഇത് നല്ല അല്ലെ അലങ്കരിച്ചെത്തുമ്പോൾ അത് അത്രയും അല്ലെ മനോഹരമായിട്ടുള്ള അല്ലെ രുചികരമായിട്ടുള്ള ഒരു സാധനമാണല്ലോ. സോ ഈ രുചി അല്ലെ നിങ്ങളിലേക്ക് പകരുന്നത് ആരാണ്, ഈ നാറുന്ന ഞാൻ തന്നെയാണ് എന്നുള്ള അവളുടെ പരിഹാസം. അടുത്ത ബസ് സ്റ്റോപ്പ്, അവൾ ഇവിടെ എത്തി, ബസ് സ്റ്റോപ്പിൽ എത്തി. വിൽ യു സ്റ്റോപ്പ് അറ്റ് പാളയം സൺ
അല്ലെ മോനെ നീ പാളയത്ത് നിർത്തുന്നുണ്ടോ, അല്ലെ നിർത്തുവോ, അല്ലെ ഈ ബസ് പാളയത്ത് നിർത്തുവോ എന്നാണ് അവള് ചോദിക്കുന്നത്. സോ പാളയം എവിടെയാണ്? തിരുവനന്തപുരം. സോ നമുക്ക് മനസ്സിലായി എന്ത്, അവൾ അല്ലെ എവിടെയുള്ളവളാണ്, ആ ഒരു അല്ലെ ട്രിവാൻഡ്രം അതാണ് അവളുടെ പ്ലേസ് എന്ന് മനസ്സിലായി. സോ നമ്മൾ ഇതുവരെ ആ ഒരു പ്ലേസ് അല്ലെ ഏത് ഡിസ്ട്രിക്റ്റിലായിരിക്കാം അവൾ എന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. സോ നമ്മൾ മനസ്സിലാക്കുക അല്ലെ അവൾ എവിടെയാണ്. ഷീസ് എ പേഴ്സൺ ഫ്രം ട്രിവാൻഡ്രം. Angry for a bus comes and goes without letting her get in. സോ അവൾക്കല്ലേ ദേഷ്യം വരികയാണ്. ബിക്കോസ് എന്താണ് ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിക്കോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ബിക്കോസ് എ ബസ് കംസ് ആൻഡ് ഗോസ് വിതൗട്ട് ലെറ്റിംഗ് ഹർ ഗെറ്റ് ഇൻ. സോ അവളല്ലേ ബാസ്ക്കറ്റ് എന്താണ് ഒന്ന് അല്ലെ താങ്ങി പിടിച്ച് ബസ്സിലോട്ട് കയറാൻ നോക്കുമ്പോഴത്തേക്കും ബസ് പോയി. കാരണം അല്ലെ എന്താണ് ബസ്സുകാരന് അറിയാം അല്ലെ ഇവളെ കയറ്റിയാൽ ബസ്സിലുള്ള ആൾക്കാരെ മുഷിയും അല്ലെ, വെറുതെ ആളുകളെ മുഷിപ്പിക്കുന്ന എന്തിനാ. സോ അതുകൊണ്ട് ബസ് ഉടനെ എടുത്തങ്ങ് പോവാണ്. സൺ ഓഫ് എ ബിച്ച് അല്ലെ, എന്താണ് ഒരു ബിച്ച് പറഞ്ഞ ഫീമെയിൽ ഡോഗ് ആണ് അല്ലെ. സോ അഗെയിൻ അവള് പറയാണ് എന്ത്, കൊടിച്ചി പട്ടിയുടെ അല്ലെ മക്കൾ എന്നൊക്കെയാണ്, പട്ടിയുടെ മകൻ അല്ലെ, പട്ടീന്റെ മോനെ എന്നാണ്. നോക്ക് അല്ലെ അവള് പറയാണ്, സി ഇഫ് യു ഡോണ്ട് റീച്ച് ദ മാർക്കറ്റ് ഇൻ ടൈം ഇറ്റ്സ് സച്ച് എ ഹാസൽ. സോ അല്ലെ നിങ്ങൾ നോക്കുക അല്ലെ, ഇങ്ങനെ സമയത്ത് മാർക്കറ്റിൽ എത്തിയില്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്രശ്നമാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, മാർക്കറ്റിൽ എത്തിയില്ലെങ്കിൽ ആൾറെഡി അവിടെ സ്ത്രീകൾ അല്ലെ സാമർഥ്യമുള്ള ആൾക്കാരൊക്കെ നല്ല സ്ഥലം നോക്കി ഇരുന്നിട്ടുണ്ടാവും മീന് വിൽക്കാനായിട്ട്. ഹാസൽ പറഞ്ഞ എന്താ, ഇൻകൺവീനിയൻസ് അല്ലെ, ബോദർ. സോ എന്താണ് വളരെ പ്രശ്നമാണ് അല്ലെ, ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. All the tidy spots will be taken over by those puffed up males. So all the tidy spots. സോ നമ്മൾ ആ ഒരു വേർഡ് അവിടെ പ്രത്യേകം നോക്കിക്കോ എന്താണ് അല്ലെ. കാരണം ഈ നല്ല അല്ലെ ആൾക്കാർ ഫിഷ് വാങ്ങാൻ വരുന്ന അല്ലെ, നിങ്ങൾ വൃത്തിയുള്ള അല്ലെ എന്താണ് സ്റ്റിങ്കിങ് അല്ലാത്ത അല്ലെ ആൾക്കാർ, നാറ്റമില്ലാത്ത അല്ലെ വൃത്തിയുള്ള ആൾക്കാരാണ് ഫിഷ് വാങ്ങാൻ വരിക. സോ അവര് അല്ലെ മാക്സിമം വൃത്തിയുള്ള പ്ലേസിൽ പോയിട്ടാണ് ഫിഷ് വാങ്ങിക്കുക. സോ വൃത്തിയുള്ള അല്ലെ പ്ലേസിൽ പോയി ഇരിക്കാൻ ഇവൾക്കും ആഗ്രഹമുണ്ട്. സോ അവർ നമ്മളിവിടെ ടൈഡി സ്പോട്സ് ഉദ്ദേശിക്കുന്നത് ദ സ്റ്റേഷൻസ് ഓഫ് ലൈഫ് ആണ്, ജീവിതത്തിലെ ആ ഒരു നല്ല ഇടങ്ങൾ അല്ല. അവിടെയൊക്കെയും എന്താണ് സാമർഥ്യമുള്ളവർ മാത്രമല്ല വന്നിരിക്കുകയാണ്, പാവങ്ങൾക്കല്ലേ എന്താണ് ഒരിക്കലും അവിടെ എത്താനായിട്ട് പറ്റുന്നില്ല. സോ നല്ല അല്ലെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മിഡിൽ ക്ലാസ്സിലോട്ടോ അല്ലെങ്കിൽ ഹൈ ക്ലാസ്സിലോട്ടോ ഒക്കെ വളരാൻ അല്ലെ ഇവർക്കും ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ബട്ട് അല്ല ആ ഒരു പ്ലേസിൽ എത്താൻ ഒരിക്കലും കഴിയില്ല. കാരണം എന്താണ് ജീവിതം അല്ലെ പല വിധത്തിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോധഡ് ഓഫ് അല്ല അവൾ പറയും പോലെ ഹസ്റ്റിൽ ആൻഡ് ബസ്റ്റൽ അല്ലെ പലതരം തിക്കും തിരക്കും ആണ്. സോ ഓൾ ദി ടൈഡി സ്പോട്സ് അല്ല ആ ഒരു പ്ലേസ് എല്ലാം ആളുകൾ വന്ന് ഇരിക്കുകയാണ് അല്ലെ. എനിക്ക് പറ്റില്ല ആ ഒരു സ്ഥലങ്ങളിലോട്ട് എത്തിപ്പെടാൻ. കാരണം എന്താണ് വൃത്തിയുള്ള സ്ഥലത്താണ് അല്ലെ വൃത്തിയുള്ളവർ വരിക. സോ എനിക്ക് വിധിച്ചിട്ടുള്ളത് പലപ്പോഴും നാറുന്ന ഇടങ്ങളായിരിക്കും. And will be taken over by those puffed up males. Puffed up പറഞ്ഞാൽ ആരഗന്റ് അല്ലെ, ആരഗന്റ് അല്ലെങ്കിൽ ഫാറ്റി, നല്ല തടിയും മിടുക്കുമുള്ള അല്ലെ സാമർത്ഥ്യക്കാർ വന്നിട്ട് അവിടെയൊക്കെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുമെന്നാണ് അവൾ പറയുന്നത്. And they can put on polyester shirts, spray themselves with the perfumes and go around in vehicles. സോ അതാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അല്ലെ ആ ഒരു ടൈഡി സ്പോട്സ് ഉദ്ദേശിക്കുന്നത് വെറും ഒരു മാർക്കറ്റിലുള്ള ഏറ്റവും വൃത്തിയുള്ളൊരു പ്ലേസ് മാത്രമല്ല അല്ലെ, ആ ഒരു ക്ലാസ് ഡിഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെയല്ല അവരെന്താണ് അല്ല അത്തറും പൂശി നടക്കും അല്ലെ, നല്ല പോളിസ്റ്റർ ഷർട്ടൊക്കെ ഇട്ട് അല്ല അത്തറൊക്കെ പൂശി നടക്കുകയാണ്. അങ്ങനെ ഗോ അറൗണ്ട് ഇൻ വെഹിക്കിൾസ് അല്ലെ. സോ വെഹിക്കിൾസിലല്ലേ ആ ഒരു വെഹിക്കിൾസ് പറഞ്ഞാൽ അവരുടെ അല്ലെ സ്വന്തം വണ്ടി. സോ വണ്ടി അല്ലെ ഒക്കെ ഉള്ളവരാണ്. സോ അവര് അല്ലെ ഫിഷ് വിറ്റ് ജീവിക്കുന്നവരാണെങ്കിൽ പോലും അല്ലെ ചിലരൊക്കെ നല്ല നിലവാരത്തിലുള്ളവരാണ്. സോ വണ്ടിയൊക്കെ ഉള്ളവരാണ് അല്ലെ, അവർക്ക് അങ്ങനെയൊക്കെ പോവാൻ പറ്റും. അവൾ എന്ത് പറയാണ് പിന്നെ സൺസ് ഓഫ് ബിച്ചസ്. പിന്നെ ഈ അവളുടെ വായില് അല്ല അത് തന്നെ വരുന്നത് തെറി.
ഇവിടെ നമുക്ക് തോന്നിയേക്കാം അല്ലെ, തെറി എന്താണ്, പലരും അല്ലെ എന്താ പറയാ, ഒരു ഒറ്റ കാഴ്ചയിലല്ലേ നമ്മൾ ഈ കാര്യം വായിക്കുമ്പോൾ പലരും അല്ലെ, പല ടീച്ചേഴ്സും എന്ത് ചെയ്യാം, ഇത് അല്ലെ അവരുടെ ഓക്കെ മുക്കുവന്മാർ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഒതുക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് അല്ലെ മുക്കുവ സ്ത്രീ അവരെ അല്ലെ അവർക്ക് അത്രയും വിദ്യാഭ്യാസമില്ല, അവരൊക്കെ അങ്ങനെയാണ് എന്നുള്ള ഒരു രീതിയിൽ പറയാം. ബട്ട് അതല്ല അല്ലെ, എന്താണ് വിഡോ ആയിട്ടില്ല അല്ലെ, നിസ്സഹായായ ഒരു സ്ത്രീയാണ് അല്ലെ, അവൾ എന്ത് ചെയ്യേണ്ടി വരും, ഓവർ സ്മാർട്ട്നെസ് അഭിനയിക്കേണ്ടി വരും അല്ലെ, എന്താണ് താൻ തൻ്റെ അടുത്ത് കളിയൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ. കാരണമല്ലേ അതാണ്, ഒറ്റയ്ക്കല്ലേ നിലനിന്ന് പോവാന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സോ ഈ ഒരു തെറി അഭിഷേകം എന്ന് പറയുന്ന അവളുടെ എന്തായിട്ട് കാണരുത് നമ്മള്, ഒരിക്കലും അവളുടെ അല്ലെ ആ ഒരു കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ല ആ ഒരു രീതിയിൽ അല്ലെ അവളുടെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആയിട്ടോ കണക്കാക്കാൻ പാടില്ല. കാരണമല്ലേ പലപ്പോഴും എന്ത് ചെയ്യപ്പെടാം, ഫിഷ് അല്ലെ സ്റ്റിങ്കിങ് നാർന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അല്ലെ നിൽക്കുന്ന ആൾക്കാർ തന്നെ എന്ത് ചെയ്യാം, അവളുടെ അരക്കെട്ടിലോട്ട് മെല്ലെ കൈവെക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താണ് നല്ലത് അല്ലെ, ഞാൻ കുറച്ച് ആള് ആരഗന്റ് ആണ് അല്ലെ, എന്നോട് നിന്റെ കളിയൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് നല്ലത്. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തായിട്ട് എടുക്കണം, ഇത് അവളുടെ അല്ലേ ആ ഒരു നിസ്സഹായതയായിട്ട് എടുക്കണം നമ്മൾ, അവളുടെ ആ ഒരു തെറി പറച്ചില്. ഇങ്ങനെയൊക്കെ നിന്നാൽ മാത്രമേ അല്ലേ കാര്യങ്ങൾ വൃത്തിയായിട്ട് നടന്നു പോകും. അല്ലെങ്കിൽ നിങ്ങളല്ലേ ഫിഷ് മാർക്കറ്റിൽ വന്ന് ഫിഷ് മാത്രമല്ല എന്തും വിൽക്കേണ്ടി വരും, ശരീരവും വിൽക്കേണ്ടി വരും. അത് അവൾ ഉടനെ തന്നെ ഇനി പറയുന്നുണ്ട്. സോ ഈ ഒരു തെറി അല്ല എന്തായിട്ടല്ല, ഇറ്റ് ഷുഡ് ബി ടേക്കൻ ആസ് കണക്റ്റഡ് വിത്ത് ഹർ education or the kind of caste that she really belongs to. It is her strategy in order to subsist, at least like get her bread. So അതിനു വേണ്ടി മാത്രമുള്ള ഒരു സമരതന്ത്രം മാത്രമാണ് അല്ല, അത് ആളുകളെ പറ്റിക്കാനോ ആളുകളെ അല്ല ഇറിറ്റേറ്റ് ചെയ്യാനോ ഒന്നുമല്ല, വെറും അല്ല വയറ് വിശക്കുമ്പോൾ അല്ല ജീവിച്ചു പോകാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെ ദേ സെല്ല് ചീപ്പ് അല്ലെ. സോ ഇവന്മാരല്ലേ അത്തറും പൂശി നല്ല അല്ലെ ഡ്രസ്സും ധരിച്ച് വന്നിരിക്കുകയാണ് അല്ലെ, എന്താണ് നായിന്റെ മക്കള് അല്ലെ. സോ ഇവര് എന്താണ് ഇങ്ങനെ അല്ലെ നല്ല സ്ഥലത്ത് ഇരുന്ന് എല്ലാം വിറ്റ് ഉള്ള പൈസയൊക്കെ അവര് എടുത്ത് പോവാണ് അല്ലെ. എൻ്റെ മീന്, കാരണം നമ്മൾ ഒരു പ്ലേസിൽ നോക്കുക, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നമ്മളല്ലേ ചില സ്പോട്സ് നമ്മൾ ഒരു ഫിഷ് മാർക്കറ്റിൽ പോയാൽ എന്ത് ചെയ്യും, അവിടെ എവിടെ ഇരിക്കുന്ന അല്ലെ ഒരു വൃത്തികേടായിട്ടുള്ള ഒരു ഓടയിലൂടെ അല്ലെ ദുർഗന്ധം വമിക്കുന്ന വെള്ളം പോവുകയാണ്. സോ അവിടെ സൈഡിൽ ഒരാൾ ഫിഷ് വിൽക്കുന്നുണ്ട്. സോ അതേ ഫിഷ് കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു പ്ലേസിൽ അല്ലെ അപ്പുറത്തായിട്ട് വേറൊരാൾ വിൽക്കുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മൾ എന്ത് ചെയ്യും, അവിടോട്ട് പോകും എന്നുള്ളതാണ്. സോ അല്ലെ ഇവരെന്ത് ചെയ്യും, വൃത്തിയുള്ള ആ സ്ഥലത്ത് ഇരുന്നിട്ട് ഇത് കുറച്ച് ചീപ്പ് വിലക്ക് വിൽക്കുകയാണ്. സോ ഓൾ റെഗുലേഴ്സ് ആർ ആഫ്റ്റർ ദം. കാരണം അവർക്ക് അല്ലെ സ്വന്തം വണ്ടി ഉണ്ട് അല്ലെ, അവർക്ക് അത് ചീപ്പായിട്ട് വിൽക്കാം അല്ലെ. എന്നെ പോലെ എന്ത് കൊടുക്കണ്ട, ബസ്സിന് കൂലി കൊടുക്കണ്ട അല്ലെ, കൂലിക്കാരന് കൊടുക്കണ്ട, എന്ത് ഇടനിലക്കാർ അല്ലെ എന്ത് ചെയ്യില്ല, കഴുത്തറുത്ത് ആ പൈസയും കൂടി ഇത് വിറ്റ് വിൽക്കുന്നതിൽ നിന്നും ഈടാക്കേണ്ട അവസ്ഥ അവർക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെയുള്ള അല്ലെ പൈസയൊന്നും അവർക്ക് വേണ്ട. അതുകൊണ്ട് എനിക്ക് ആ ഒരു അത്രയും വില കുറച്ച് വിൽക്കാൻ വഴിയില്ല. കാരണം എനിക്ക് അല്ലേ ബസ്സിന്റെ പൈസ കിട്ടണം, ഞാനല്ലേ കടമായിട്ടാണ് മീന് വാങ്ങുന്നത്, അത് അല്ലെ പൈസ കൊടുക്കണം, ഇൻട്രസ്റ്റോടെ തിരിച്ചു കൊടുക്കേണ്ടി വരും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇവര് അല്ലെ എങ്ങനെ എന്തുകൊണ്ടാണ് വില കുറച്ച് വിൽക്കാൻ അവർക്ക് പറ്റുന്നത്? ബിക്കോസ് ദേ ഹാവ് അല്ലെ വെഹിക്കിൾസ് ഓഫ് ദെയർ ഓൺ. അവര് അല്ലെ വാടക വണ്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. And what do we do but take whatever dirty spots are left, getting muffed up by the flies and bitten by the mosquitoes? So അല്ലെ നമ്മൾ എന്ത് ചെയ്യാനാണ് അല്ലെ, എസ്പെഷ്യലി എന്നെ പോലുള്ള ഒരു വിധവ അല്ലെ എന്ത് ചെയ്യാനാണ്? എന്തൊക്കെയല്ലേ ഡേർട്ടി പ്ലേസസ് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഇരിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ അല്ലെ. ഇവരൊക്കെ ആദ്യമേ വന്നിരുന്നിട്ടുണ്ടാവും അല്ലെ, തടിമിടുക്കുള്ള ആണുങ്ങളാണ്. അതവള് വേറെ തന്നെ എടുത്ത് പറയുന്നുണ്ട് അല്ലെ, പഫ്ഡ് ഓഫ് മെയിൽസ് ആണ്. സോ അവിടെ പഫ്ഡ് ഓഫ് മെയിൽസ് എന്നിട്ട് അല്ലെ അപ്പുറത്തോ
ഇവളാണെങ്കിൽ നിസ്സഹായായ ഒരു സ്ത്രീ അല്ലെ. സോ ഇവര് രണ്ടാളും 4 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോ അല്ലെ, പഫ്ഡ് ഓഫ് മെയിൽസിന് അവൻ്റെതായ പ്രിവിലേജ് ഉണ്ട് അല്ലെ, സമൂഹം കൽപ്പിക്കുന്നത്. ഈ സ്ത്രീക്കോ, ഇവളല്ലേ ജീവിതത്തിന്റെ കഷ്ടതകൾ കൊണ്ടാണ് ഇവിടെ വരുന്നത് അല്ലെ. ചിലപ്പോൾ കിട്ടുന്നത് 4 മണിക്ക് എണീറ്റ് പോകുന്നവൾ എന്നുള്ള പേരായിരിക്കും അല്ലെ. ഒരു ബാഡ് നെയിമും കൂടി അവൾക്ക് അതിനോട് കിട്ടുമെന്നുള്ളതാണ്. എന്നാലും അല്ലെ, ഇത് പറയുന്നവരാരും ഒരിക്കലും അത് ഒരു അല്ലെ നിസ്സഹായ സ്ത്രീയെ അല്ലെ സഹായിക്കാനായിട്ട് വരികയുമില്ല. അവർ ചാർത്തി കൊടുക്കുന്നത് അല്ലെ പലതരം പേരുകളും ആയിരിക്കും. സോ അതൊക്കെ അവളിപ്പോ അടുത്ത് പറയും. നോക്കാം നമുക്ക്. Getting mopped up by the flies and bitten by the mosquitoes. എന്താണ് നമുക്കല്ലേ ആ ഒരു മഫ്ഡ് അപ്പ് പറഞ്ഞാൽ കവർ അല്ലെ, കവർ എസ്പെഷ്യലി കവർ അപ്പ് വിത്ത് ക്ലോത്ത് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇവിടെ അല്ലെ ഇവളെ മറക്കുന്നത് അല്ലെ വസ്ത്രം അല്ല. ഇവിടെ എന്താണ് മഫ്ഡ് അപ്പ്, നേരത്തെ പറഞ്ഞു അല്ലെ, ഇങ്ങനെയുള്ള തടിമിടുക്കുള്ള ആണുങ്ങൾ അല്ലെ അവര് സ്വയം എന്ത് ചെയ്യുന്നു, പോളിസ്റ്റർ ഷർട്ടിലല്ലേ പൊതിയുമ്പോൾ എന്നെ പൊതിയുന്നത് എന്താണ്, ഈച്ചയാണ് അല്ലെ. ദുർഗന്ധം വമിക്കുന്ന അല്ലെ കെട്ട സാധനങ്ങളിലോട്ട് അല്ലെങ്കിൽ അല്ലെ അങ്ങനെയുള്ള ഇടങ്ങളിലോട്ട് രോഗം പരത്തുന്ന അല്ലെ ആ ഒരു ആൾക്കാർ, അതാണ് എന്നെ പൊതിയുന്നത്. സോ ജീവിതത്തിന്റെ രോഗമായ അല്ലെ ദാരിദ്ര്യം, ഏറ്റവും അങ്ങേയറ്റം ഒരിക്കലും അല്ലെ വരാൻ പാടില്ലാത്ത രോഗമാണ് അല്ലെ ദാരിദ്ര്യം. അതാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്നുള്ള ഒരു ഐഡിയ ആണ്. മഫ്ഡ് അപ്പ് ബൈ ദ ഫ്ലൈസ് അല്ലെ, ഈ ഒരു ഈച്ച എന്നെ പൊതിയുകയാണ്. അങ്ങനെ ബിറ്റൻ ബൈ ദ മോസ്കിറ്റോസ്, പിന്നെ കൊതു എന്നെ കടിച്ച് കൊല്ലാറാക്കി എന്നുള്ളതാണ്. സോ പെർഫ്യൂംസ് കൊണ്ട് അല്ലെ സ്വയം അലങ്കരിച്ച് ഈ ഈച്ചയിൽ നിന്നും അല്ലെ മോചനം നേടാനൊന്നും എനിക്ക് വഴിയില്ല. അങ്ങനെയുള്ളതൊന്നും അല്ലെ എൻ്റെ വിധിയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കാം. You have swimming pools and water parks and a rain dance and what not all over the place. അല്ലെ എന്താ നിങ്ങൾക്ക് അല്ലെ, നിങ്ങൾക്ക് എന്തിനാ കുറവ്, നിങ്ങൾക്കല്ലേ നല്ല ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് അല്ലെ നാട് നീളെ പോകുന്ന വഴിക്ക് അല്ലെ റോഡ് സൈഡിലൊക്കെ നല്ല പാർക്ക് അല്ലെ അവിടെയൊക്കെ പോയി ഇരിക്കാം. പിന്നെന്താണ് മഴയിൽ നൃത്തം അല്ലെ, ആർട്ടിഫിഷ്യൽ റെയിന് വേണ്ടിക്കൽ അതുണ്ട്, നൃത്തം ചെയ്യാം. സോ ഇവളിവിടെ കളിയാക്കുന്നത് വെറും ഹൈകാസ്റ്റുള്ള ആൾക്കാർ മാത്രമല്ല, ആ ഒരു ടൂറിസം, ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം അല്ലെ. കാരണം വിദേശികളെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ എല്ലാ പരിപാടിയും നടത്തുന്നത്. ഈ നഗര സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയാണോ എന്ന് നമ്മൾ ശരിക്കും ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും അല്ല അല്ലെ. പലപ്പോഴും ഒരു 75% അത് എന്തിനു വേണ്ടിയാണ്, ടൂറിസത്തെ അല്ലെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെ സൈഡായിട്ട് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഈ നഗര സൗന്ദര്യവൽക്കരണവും അല്ലെ റോഡിന്റെ സൈഡിൽ പാർക്ക് നിർമ്മാണവും അല്ല അങ്ങനെയുള്ള സംവിധാനങ്ങൾ, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കല് അല്ലെ, ഇതൊക്കെയാണ്. കാരണം അല്ലെ എന്താണ് ബീച്ചില് വെയിൽ കാഞ്ഞ് അല്ലെ വരുന്ന മദാമക്ക് ചിലപ്പോൾ കുളിക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ വേണമെന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള പാവങ്ങളല്ലേ ജീവിക്കാനായിട്ട് വെയിൽ കായുമ്പോൾ അല്ലെ വെയിൽ കൊള്ളുമ്പോൾ, സോ മറ്റുള്ളവർ എന്താണ് സ്വന്തം ശരീരത്തിന് ആരോഗ്യം പകരാനായിട്ട് അല്ലെ വെയിൽ കായുന്നവരാണ്. സോ അവരെ സന്തോഷിപ്പിക്കാൻ സർക്കാരും അല്ലെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എപ്പോഴും എന്നുള്ളതാണ്. സോ നിങ്ങളല്ലേ ഇങ്ങനെ മഴയത്ത് ഡാൻസും ഒക്കെ ആയിട്ടല്ലേ, നിങ്ങൾക്ക് എന്തിനാ ഒരു കുറവ് എന്നുള്ളതാണ് അല്ലെ. ഓൾ ഓവർ ദ പ്ലേസ് അല്ലെ, എന്തില്ല, വാട്ട് നോട്ട് ഓൾ ഓവർ ദ പ്ലേസ് അല്ലെ, എന്താ നിങ്ങൾക്ക് ഇല്ലാത്തത്. സോ ഇങ്ങനെ നിന്ന് അങ്ങോളം അല്ലെ പോകുന്ന വഴിക്ക് മുഴുവൻ നിങ്ങൾക്ക് സൽക്കാരം അല്ലെ, സർക്കാരിന്റെ വക ആ ഒരു സൽക്കാരമാണല്ലോ അല്ലെ. നമ്മൾ വിദേശികളെ വരുമ്പോൾ അല്ലെ എന്ത് ചെയ്യും, നമ്മൾ പാത്രത്തിൽ അല്ലെ ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറഞ്ഞ് പാത്രത്തിൽ ഒരു വിളക്ക് വെക്കുന്നു അല്ലെ, അതിൽ ഒരു ചന്ദനം തൊട്ട് കൊടുക്കുന്നു. സോ ഇതൊക്കെ അല്ലെ അവള് മോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പിക്ചേഴ്സ് ഒക്കെ നമ്മുടെ മൈൻഡിൽ വരണം. സോ അല്ലെ ഒരു ഭാഗത്ത് സ്വദേശികളായ ആൾക്കാരെ നമ്മൾ ഏറ്റവും നല്ലൊരു ഉദാഹരണം, നമ്മൾ കുറച്ചു വർഷം മുമ്പേ എന്തുണ്ടായിരുന്നു, ഗെയിംസ്, അതായത് നമ്മുടെ എന്താണ് ഏഷ്യൻ ഗെയിംസ് നടക്കുമ്പോൾ അല്ലെ ഡൽഹി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുക അല്ലെ എന്താണ് വലിയ പാർലമെന്റ് പിക്ചേഴ്സും അല്ലെ നല്ല ഹൈ കാസ്റ്റുള്ള സാധനങ്ങളും അല്ലെ ആൾക്കാരും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക.
ബട്ട് കുറച്ചു വർഷം മുമ്പ് എന്താണ് അവിടെ ഗെയിംസ് നടക്കുമ്പോൾ കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള ഏഷ്യയിലെ പ്രമുഖരായ പല നാടുകളിൽ നിന്നുള്ള ആൾക്കാർ വരികയാണ്. സോ അപ്പോൾ ഇവരെന്ത് ചെയ്തു, പാവങ്ങളുടെ ഏരിയാസ് ഒക്കെയും എന്ത് വെച്ച് മറച്ചു, നല്ല ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ച് ആ ഏരിയ കാണരുത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും ചിത്രം എന്താണ് ചിത്രം എന്നും വിചിത്രം എന്ന് പറയും പോലെ തന്നെയാണ് ഇവിടെയും ആ ഒരു അവസ്ഥ തന്നെയാണ്. ഇവരെ എന്ത് ചെയ്യാണ്, ബീച്ചിൽ വരുന്ന വിദേശികളെ ബാഡ് കാഴ്ചകൾ കാണാതാക്കാനായിട്ട് അവന് ബാഡ് കാഴ്ചകൾ അവർ കാണരുത് എന്നുള്ള ലക്ഷ്യത്തോടെ എന്ത് ചെയ്യാണ്, ഈ മുക്കുവ കുടിലുകളൊക്കെയും അവര് വലിയ മതിൽ കെട്ടി മറക്കുകയാണ്. സോ മുക്കുവന്മാർ എന്ത് ചെയ്യാം, മതിലിനപ്പുറത്തോട്ട് നിന്നുകൊള്ളുക സോ അവരെയും കടലിനും ഇടയ്ക്ക് കെട്ടപ്പെടുന്ന ഒരു മതില്. സോ അപ്പോൾ പ്രശ്നമില്ല എന്താണ്, വിദേശികൾക്ക് വെയിൽ കായാം അത് കഴിഞ്ഞ് പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം വേണമെങ്കിൽ മഴയത്തൊരു നൃത്തവും ഒരുക്കി കൊടുക്കാം ഒരു കഥകളി പരിപാടിയും കാണാം ആസ്വദിക്കാം, ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു ചിരിയോടെ തിരിച്ചു പോകാം എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ബട്ട് ലുക്ക് അറ്റ് ദിസ് സ്റ്റാഫ് അറ്റ് ദി ഫിഷ് മാർക്കറ്റ്, നോട്ട് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ സോ ഇങ്ങനെ വിദേശികളെ ഒരുപാട് ചിരികളിൽ പൊതിയാൻ ശ്രമിക്കുന്ന സർക്കാർ നോക്കിവിടെ അവർ വന്നിട്ടല്ലേ ഈ പൈപ്പ് ഒന്ന് തുറക്കട്ടെ, ഈ മാർക്കറ്റിലുള്ള പൈപ്പ് അതിൽ എന്ത് വരില്ല, വെറും കാറ്റ് മാത്രമാണ് വരിക അതിൽ വാട്ടർ എന്ന് പറയുന്നത് വരില്ല. നോട്ട് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഒരു തുള്ളി വെള്ളം ഇല്ല ജീവ എന്ന് പറയാം, നമ്മൾ പറയും ജലം ജീവധാരയാണ് എന്ന് പറയാറുണ്ട് അത് ഇല്ല. സോ ഒരു ഡ്രോപ്പ് വെള്ളം പാവപ്പെട്ടവന് തൊണ്ട നനക്കാൻ കൊടുക്കാൻ പറ്റാത്ത അവന്റെ ശരീരത്തിലെ ആ ഒരു നാറ്റം എന്ന് പറയുന്ന ആ സാധനം മാറ്റാൻ ഒന്ന് കുളിക്കാനോ ഒന്നിനും പറ്റുന്നില്ല കടലിലെ ഉപ്പുവെള്ളത്തിൽ എന്തായാലും പോയിട്ട് മുങ്ങ എന്ന് പറയാ ഫുൾ ടൈം കടലിലെ ഉപ്പുവെള്ളത്തിൽ ഇങ്ങനെ നിൽക്കാൻ സ്വയം ഉപ്പ് പുരട്ടി ഉണക്കാൻ വെച്ച ഫിഷുകളെ പോലെയാണ് ഓരോ മുക്കുവന്റെയും ജീവിതം. മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ സ്വയം ഒരു ഉപ്പ് പുരട്ടിയ മീനായി മാറി സ്വയം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് ശരീരവും മനസ്സും മരവിപ്പിച്ച് ഉപ്പ് പുരട്ടി മരവിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് വിധിക്കപ്പെട്ടവരാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർ അവർക്കല്ലേ ഒരു തുള്ളി വെള്ളം പോലും മര്യാദയ്ക്ക് തൊണ്ടയിലോട്ട് താഴ്ത്തി ആ ഒരു ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നുണ്ടോ സർക്കാർ എന്നുള്ള ഒരു ചോദ്യമാണ്. നോക്ക് അവളുടെ അടുത്ത സെന്റൻസ്, ലെറ്റ് അവർ ഹെഡ് ആൻഡ് ഹെഡ്സ് ആൻഡ് ബ്രെസ്റ്റ് സ്മെൽ ഓഫ് ഫിഷ്. സോ നമ്മൾ നാറിക്കോട്ടെ തലയും ഒക്കെയും നാറിക്കോട്ടെ, കൈകളും നാറട്ടെ ഈ മാറിടവും ഒക്കെ നാറട്ടെ. സോ നമ്മൾ മാത്രം നാറിയ മതിയല്ലോ എന്നുള്ളതാണ്. സോ നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ നടന്നോളൂ. നോട്ട് ക്ലീൻ ഇലഫ് വൃത്തി പോരാ എന്നാണ് നിങ്ങൾ പറയുന്നത് നമ്മൾ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് വൃത്തി പോരാ. അണ്ടർ ദ ടാപ്പ് ദ വിമൻ ടേർ അറ്റ് ഈച്ച് അതേഴ്സ് എയർ ഫോർ ദ ഡ്രോപ്പ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ അറിയോ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് അറിയോ ഈ പൈപ്പിന്റെ ചോട്ടില് ഒരു തുള്ളി വെള്ളം വരാത്ത ഈ പൈപ്പിന്റെ ചോട്ടില് എന്ത് വേണം, വല്ലപ്പോഴും വരുന്ന വെള്ളത്തിനായിട്ടല്ലേ സ്ത്രീകള് അങ്ങനെയും ഫൈറ്റ് ചെയ്യണം ടിയർ അറ്റ് ഈച്ച് അതേഴ്സ് ഹെയർ എന്താ പറയുന്നത്, മറ്റ് മുക്കുവ സ്ത്രീകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അടുത്തുള്ളവരുടെ തല പിടിച്ച് വലിക്കേണ്ടി വരും മുടി പിടിച്ച് വലിച്ച് അടിയും പിടിയും ആയിട്ടല്ലേ മത്സരിച്ച് നിന്നിട്ട് വേണം ഇവിടുന്ന് കുറച്ച് വെള്ളം കിട്ടി വീട്ടിലോട്ട് എടുത്ത് പോവാനായിട്ട്. ഫോർ എ ഡ്രോപ്പ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ a woman break our heads saying there is no water to drink സോ ഇതെടുത്ത് വീട്ടിൽ പോകുമ്പോൾ എന്താണ് പുരുഷന്മാർ പറയും നമ്മളെ ഡബിൾ മാർജിനലൈസേഷൻ എന്നുള്ള ഐഡിയ അവിടെ വരികയാണ്. പുരുഷന്മാർ അവര് പുരുഷന്മാർ തന്നെയാണ് അത് ഹൈ ആയാലും ലോ ആയാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ദൈവമായിട്ട് കണക്കാക്കിയാലും സ്ത്രീ തന്നെയാണല്ലോ ആ റോള് അവളെപ്പോഴും ഫിൽ ചെയ്യണം എന്നുള്ളതാണ്. സോ അത് അണ്ടർ വാട്ട് എവർ കണ്ടീഷൻ ദാറ്റ് ഈസ് അത് മാറ്റർ അല്ല എവിടെയും അത് സ്മോൾ പൂവർ ആൾക്കാരിലും അത് ഒട്ടും വ്യത്യസ്തമൊന്നും അല്ല. കാരണം വീട്ടിലോട്ട് എത്തി ഒരു തുള്ളി ഫൈറ്റൊക്കെ കഴിഞ്ഞ് അവളുടെ മുടിയും മറ്റുള്ളവരുടെ മുടിയൊക്കെ പിടിച്ച് വലിച്ച്
ഫൈറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അല്ലെ ഹസ്ബൻഡ് ചോദിക്കും അല്ലെ എന്താ ഇത് അല്ലെ വെള്ളമില്ലേ. ഡു യു തിങ്ക് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കനോട്ട് ഗോ ഡൗൺ അവർ ത്രോട്ട്സ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെ വൃത്തിയുള്ള വെള്ളം നമ്മുടെ തൊണ്ടയിലൂടെ പോയില്ല എന്ന്? സോ അല്ലെ നമ്മുടെ ശരീരം വൃത്തികെട്ടതായതുകൊണ്ട് അല്ലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡു യു തിങ്ക് വി കനോട്ട് ടേക്ക് എ ബാത്ത് ഇൻ ക്ലീൻ വാട്ടർ? അല്ലെ നമുക്കെന്താ വൃത്തിയുള്ള വെള്ളത്തിൽ കുളിച്ചാൽ അല്ലെ പറ്റില്ലേ? ഫിഷ് സ്റ്റിങ്ക് അല്ലെ എന്തൊക്കെയാണെങ്കിലും അല്ലെ എന്ത് ചെയ്താൽ എന്താ അല്ലെ ഇപ്പൊ വൃത്തിയുള്ള വെള്ളം കിട്ടിയാൽ എന്താ അല്ലെ നാളെ എടുക്കേണ്ടത് പിന്നെയും ഫിഷ് തന്നെയാണ് അല്ലെ മുല്ലപ്പൂ അല്ല. സോ അപ്പോ എന്തേ ഉള്ളൂ അവസാനം അല്ലെ നമ്മുടെ ശരീരം എപ്പോഴും അല്ലെ കോണ്ടാക്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടുള്ളത് ആ ഒരു നാറ്റമാണ്. നാറ്റത്തോട് അല്ലെ മാത്രം ഒത്തുചേർന്ന് പോവാനായിട്ട് വിധിക്കപ്പെട്ടവരാണ്. Now look at page number 64. She swears. Now she is the actress herself and speaks in a tone that suggests telling a story. സോ നമ്മളെ ഒരു മുക്കുവ സ്ത്രീ ആയിട്ടാണ് അവൾ ഇത്ര നേരം നിന്നത്. ഇനി പെട്ടെന്ന് അവൾ എന്ത് ചെയ്യാണ് അല്ലെ ആ ഒരു ആക്ട്രസ് ആയിട്ട് മാറുകയാണ്. എന്നിട്ട് അവൾ പറയാണ് എന്ത് ഞാനൊരു കഥ പറയട്ടെ എന്നുള്ള രീതിയിൽ നമ്മളോട് പറയാം. ലെറ്റ് മീ ട്രൈ ദ സ്മെൽ. സോ അവൾ പറയാണ് ഞാനൊന്ന് മണം നോക്കട്ടെ അല്ലെ. സോ ഈ ഒരു ആക്ട്രസ് എന്ത് ചെയ്യാണ് ആ മുക്കുവ സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുകയാണ്. സോ ഇത്രയും അല്ലേ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളെ പറ്റിയല്ലേ പറഞ്ഞ മുക്കുവ സ്ത്രീ. സോ അവളോട് പറയുകയാണെന്ന് നീ അല്ലേ ഇങ്ങനെ നാറ്റം എന്നൊക്കെ പറയുന്നു, എന്നാ ഞാനൊന്ന് നോക്കട്ടെ നാറ്റമാണോ എന്ന്. അതായത് ഇവിടെ എന്താ കാണുന്നത് നമ്മളല്ലേ ആ ഒരു സെൽഫ് കൺസോളിങ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ പറയാറുണ്ടല്ലേ മറ്റുള്ളവരിൽ നിന്നും ഒരു സഹായവും വന്നില്ലെങ്കിൽ അല്ലേ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഹെൽപ്പ് അവർ സെൽസ് അല്ലെ. ഹെൽപ്പ് എന്ന് പറയുന്നത് പുറമെ നിന്ന് എവിടെയൊന്നും വരില്ല അല്ല, അതൊരിക്കലും നോക്കിക്കൊണ്ടിരിക്കരുത് എന്നുള്ളതാണ്. സോ അവള് ആ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. അവള് നാറ്റം എന്ന് പറയുന്ന അവള് എന്ത് ചെയ്യാണ് ആക്ട്രസ് അല്ല ആക്ട്രസ് എന്ത് ചെയ്യാണ് അവളെ അല്ലെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു രംഗമാണിത്. അതായത് മുക്കുവ സ്ത്രീ എന്നുള്ള റോള് ആക്ട്രസ് എന്ത് ചെയ്യാണ് തൽക്കാലം ഒന്ന് അവിടെ വിട്ടിട്ട് അല്ലെ മുക്കുവ സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുന്ന വെറും ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ അവള് മുക്കുവ സ്ത്രീയോട് ചോദിക്കുകയാണ് ഇത് ഓക്കെ നിങ്ങളല്ലേ മീൻ മണക്കുന്നു എന്ന് പറയുന്നു, എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ. അയ്യേ ദിസ് ഈസ് നോട്ട് ഫിഷിംഗ്, മത്സ്യഗന്ധം അല്ലെ. ഇത് ഡിഗ്രി വ്യത്യാസമുണ്ട്. ഇത് ഫിഷിംഗ് അല്ല അല്ലെ. അത് ആർക്കാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്? ഹൈ കാസ്റ്റുള്ള ആൾക്കാർക്ക് മാത്രമാണ് അല്ലെ. ഇത് ഫിഷിംഗ് അല്ല അല്ലെ, നാറ്റമല്ല. ഇതെന്താണ്? ഗന്ധം തന്നെയാണ് അല്ലെ, മത്സ്യഗന്ധമാണ്. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് അവിടെ. ഡോണ്ട് യു നോ ദ സ്റ്റോറി ഓഫ് സാത്യവതി ദ മത്സ്യഗന്ധി? സോ അവള് അല്ലെ നമ്മുടെ ആക്ട്രസ് എന്ത് ചെയ്യാണ് ആ ഒരു ഫിഷർ വുമണിനോട് അല്ലെ മുക്കുവ സ്ത്രീയോട് ചോദിക്കുകയാണ് നിനക്ക് അല്ലെ നിനക്ക് ഈ സാത്യവതിന്റെ കഥയൊന്നും നിനക്ക് അറിയില്ലേ? സോ ആരാണ് സാത്യവതി? നമ്മളിവിടെ കുറച്ച് പുരാണം അല്ലെ മഹാഭാരതം പറയേണ്ടി വരും. ഇവിടെ നമ്മൾ നോക്കുക അവള് അല്ലെ നമ്മള് എന്താണ് ഹൈകാസ്റ്റിലെ ആൾക്കാർ ചെയ്യുന്ന പോലെ രാമായണ മാസം വരുമ്പോ അല്ലെ രാമായണം എടുത്ത് മുമ്പിൽ വെച്ച് അല്ലെ വായിക്കാനായിട്ട് വിധിക്കപ്പെട്ടവളൊന്നുമല്ല ഈ മത്സ്യം വിൽക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത്. സോ അപ്പോൾ ആക്ട്രസ് അവളോട് ചോദിക്കുകയാണ് നിനക്ക് ഇതൊന്നും അറിയില്ലേ? സോ അല്ലേ ഞാൻ ഇവിടുന്ന് അറിയാനാന്ന് തിരിച്ചു ചോദിക്കാനേ നിവൃത്തിയുള്ളൂ. അവൾക്കറിയില്ല. സോ ആ ഒരു കഥ എന്താണ് എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം സത്യവതി അല്ലെ നമുക്ക് മഹാഭാരതത്തിലോട്ടൊന്ന് പോകേണ്ടി വരും എന്നുള്ളതാണ്. സോ ആ ഒരു മഹാഭാരത കഥ ദ മഹാഭാരത എന്ന് പറയുമ്പോൾ അല്ലെ നമ്മൾ ആദ്യം ഓർമ്മിക്കുക അല്ലെ ഹു ഹാസ് റിട്ടൺ ദാറ്റ് വർക്ക്? വേദവ്യാസ അല്ലെ. വ്യാസ മഹാഭാരതം എന്നാണ് നമ്മൾ സാധാരണ പറയാം. സോ വ്യാസനിലേക്ക് പോകുമ്പോൾ അല്ലെ സോ ആരുടെ മകനാണ് വ്യാസൻ? സോ അങ്ങനെ ചോദിക്കുമ്പോ അല്ലെ അതാണ് ഉത്തരം എന്ത്? സത്യവതി. സത്യവതിയുടെ മകനാണ് വ്യാസൻ. വ്യാസന്റെ അതായത് സാത്യവതിക്ക് ലീഗലായിട്ട് പിറന്ന അല്ലെ ഒരു റിലേഷനിൽ പിറന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് നോക്കാം അല്ലെ സത്യവതിയുടെ കഥ നമുക്ക് നോക്കാം. എന്നാല് സത്യവതി എന്ന് പറയുന്നത് ശരിക്കും
അവളുടെ ബയോളജിക്കൽ ഫാദർ ആരാണ്? അല്ലെ, ആ ഒരു ശരിക്കുള്ള അല്ലെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു രാജാവാണ്. ഓഫ് കോഴ്സ് ഹൈ കാസ്റ്റിലുള്ള ഒരാളുടെ പിറന്നവൾ തന്നെയാണ്. കിങ് വസു. കിങ് വസുവിന്റെ മകളാണ് സാത്യവതി. കിങ് വസുവിന് ഒരിക്കൽ അല്ലെ ശപിക്കപ്പെട്ട ഒരു അപ്സരസിൽ, അപ്സരസ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ നർത്തകർ എന്ന് മാത്രമല്ല, ഇവിടെ ഒരു നിംസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നവരും അല്ലെ അപ്സരസ് എന്ന് പറയും. സോ ഇവിടെ നിംഫാണ്, ഒരു അല്ലെ മത്സ്യകന്യക എന്നുള്ള രീതിയിലുള്ള ആളാണ്. സോ ഒരു അപ്സരസ്, അങ്ങനെയുള്ള അല്ലെ ശപിക്കപ്പെട്ട് ഭൂമിയിലേക്ക് എത്തപ്പെട്ട അല്ലെ ഒരു അപ്സരസ്, അവളിൽ അല്ലെ കിങ് വസുവിന് പിറന്ന അല്ലെ മകളാണ് ആര്? സാത്യവതി. പിന്നെ സാത്യവതിയെ എന്ത് ചെയ്യപ്പെടുകയാണ്? ഷി വാസ് അഡോപ്റ്റഡ് ബൈ എ ഫിഷർമാൻ. ഒരു അല്ലെ മുക്കുവൻ, ഒരു ഫിഷർമാൻ എന്ത് ചെയ്യാണ്? അവളെ ദത്തെടുക്കുകയാണ്. ആ ഒരു ഫിഷർമാന്റെ പേരാണ് എന്ത്? ദശരാജ്. ദശരാജ് എന്ന് പറയുന്ന ഒരു ഫിഷർമാൻ. അങ്ങനെ അവൾക്ക് ആ ഒരു ഫിഷർമാന്റെ അല്ലെ കൂടെ ആ ഒരു വീട്ടില് താമസിക്കുമ്പോൾ അല്ലെ അയാളുടെ മകളായിട്ട് ജീവിക്കുമ്പോൾ അവളുടെ എന്താണ് ശരീരത്തിൽ എപ്പോഴും ഒരു മത്സ്യത്തിന്റെ ഗന്ധമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ പേരെന്തായി? മത്സ്യഗന്ധ എന്നാക്കി മാറ്റി. സോ അവൾക്ക് ആൾറെഡി അല്ലെ ജന്മന ഒരു ഫിഷ് കണക്ഷൻ ഉണ്ട് അല്ലെ, ഒരു നിംഫിന്റെ മകളായിട്ടാണ് അവള് വരുന്നത്. പിന്നെ അല്ലെ പോറ്റച്ഛൻ അല്ലെ വളർത്തച്ഛൻ എന്ന് പറയുന്നതും ഒരു ഫിഷർമാൻ ആണ്. പിന്നെ അങ്ങനെയുള്ള അല്ലെ നമ്മുടെ സാത്യവതി എന്ത് ചെയ്യാണ്? ഫിഷർമാൻ എന്ന് പറയുമ്പോൾ വെറും ഒരു മീൻ പിടിക്കൽ മാത്രമല്ല, അവരെന്ത് ചെയ്യും? കടത്ത് ജോലി, അതായത് ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തോട്ട് അല്ലെ ആൾക്കാരെ തോണിയിൽ കടത്തിക്കൊണ്ട് പോവാനുള്ള അല്ലെ ആ ഒരു ജോലിയും കൂടി ചെയ്യുന്നവരാണ്. സോ അങ്ങനെ അല്ലെ ഒരു ദിവസം എന്ത് ചെയ്യാണ്? ബാക്കി ഇവിടെ ടെക്സ്റ്റിൽ കുറച്ചുണ്ട് കൊടുത്തിട്ട് അല്ലെ എന്താണ് കഥ എന്നുള്ളത്. So Satyavati, she used to ferry people across the river in her little boat. അല്ല അവളുടെ ആ ഒരു ചെറു തോണിയിൽ അവൾ എന്ത് ചെയ്യും? ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി അല്ലെ അങ്ങനെയും കുറച്ച് വരുമാനം അല്ലെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി അങ്ങനെയും പൈസ കണ്ടെത്തും. But one day while she was paddling her little boat, a Muni, an old sage, got interested in her. പക്ഷെ അല്ലെ ഒരു ദിവസം അങ്ങനെ അല്ലെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുമ്പോൾ അല്ല ഒരു മുനിയും അതിലുണ്ടായിരുന്നു. സോ ആ മുനിക്ക് എന്താണ് അല്ലെ മുനിമാര് അല്ലെ പലപ്പോഴും ആ ഒരു മുനി എന്നുള്ള അവസ്ഥ വിട്ട് വേഴ്ചയിൽ ഏർപ്പെടുന്ന അല്ലെ കാര്യം നമ്മൾ പലപ്പോഴും അല്ലെ പല കഥകളിലും കാണാറുണ്ട്. അല്ലെ മുനിമാർ എന്ത് ചെയ്യാ? ആ ഒരു അല്ലെ തപസ്സിന്റെ ലോകത്തിൽ നിന്നും മാറി അല്ലെ വളരെ കാമാതുരരായിട്ട് അല്ലെ അപ്സരസുമായിട്ടൊക്കെ രമിച്ച് കുട്ടികളെ ഉണ്ടാക്കുന്നതും അതൊക്കെ നമ്മൾ പല കഥകളിലും അല്ലെ മഹാഭാരതത്തിൽ അങ്ങനെയുള്ള കഥകളിലൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഒരു മുനി, ആരാണ് ഇവിടെ ഈ മുനി? പരാശര, സേജ് പരാശര അല്ലെ, പരാശര മഹർഷി. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ദിവസം ഇവള് അല്ലെ ഇങ്ങനെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടിൽ അല്ലെ തോണി കടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ അല്ലെ ഒരു ദിവസം ഇവളുടെ അടുത്ത് എത്തിയപ്പോൾ അല്ലെ അയാൾക്ക് എന്താണ് ഫിഷിന്റെ മണം ഇവൾക്ക് ശരീരത്തിൽ ആൾറെഡി ഉണ്ട്. സോ അയാൾക്കല്ലേ ആ ഒരു ഫിഷിന്റെ മണം അതിൽ എന്ത് തോന്നുകയാണ്? ഒരു കാമാതുരത തോന്നുകയാണ് ഇവളോട്. സോ നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് ഒരു സയന്റിഫിക്കലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് വേറെ രീതിയിൽ അല്ലെ ഒരു നോക്കാം. എന്താണ് ഈ വേറെ രീതിയിൽ നോക്കുന്നത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സോ അതായത് നമ്മളെ ഈ ഫിഷിന്റെ ഗന്ധം, ഫിഷ് സ്മെല്ലും ആ ഒരു സെക്ഷൽ ഫ്ലൂയിഡും അത് രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. സോ ഫിഷിന്റെ സ്മെല്ല് വരിക എന്ന് പറയുമ്പോൾ ആക്ച്വലി സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫ്ലൂയിഡ് അതിലെന്തുണ്ട്? ഒരു ഫിഷ് സ്മെൽ ഉണ്ട് എന്നുള്ളതാണ് സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഈ ഒരു ഫിഷിന്റെ മണം ഇയാൾക്ക് വന്നപ്പോൾ അല്ലെ നമ്മൾ ആ ഒരു കാര്യം ഇവിടെ പറയാം, നമുക്ക് അല്ലെ കണക്ട് ചെയ്ത് പറയാം എന്നുള്ളതാണ് അല്ലെ. അപ്പോ അയാൾക്ക് ഫിഷിന്റെ മണം വന്നപ്പോഴാണ് അല്ലെ അവളോട് കാമാതുരത തോന്നിയത് എന്ന് പറയുമ്പോൾ അല്ലെ ആ ഒരു ഫിഷിന്റെ സ്മെല്ലും പുരുഷ സ്പേമിന്റെ സ്മെല്ലും അല്ലെ ആ ഒരു സെമന്റെ സ്മെല്ലും ഒക്കെ ആയിട്ട്
അസോസിയേറ്റ് ചെയ്യാം. സോ അങ്ങനെ ഒരു സ്മെല്ല് വന്നപ്പോൾ അല്ലെ അയാൾക്ക് എന്താണ് പെട്ടെന്ന് അയാൾ ഒരു കാമാതുരനായി എന്നുള്ളതാണ്. സയന്റിഫിക് ആയിട്ടല്ലേ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴും അല്ല അതാണ്. സോ ഈ ഒരു കഥയിലല്ലേ അതാണ് പറയുന്നത്. ഫിഷ് ഗന്ധത്തിലല്ലേ അയാൾക്ക് പെട്ടെന്ന് കാമാതുരത തോന്നുകയാണ് അവളോട്. സോ അങ്ങനെ അയാളല്ലേ അവളുമായിട്ട് അവിടെയല്ലേ ചുറ്റും ഒരു ഹെയ്സ് ഉണ്ടാക്കി അല്ലെ ഒരു മറയുണ്ടാക്കിയിട്ട് നോക്കാം എന്താ പറയുന്നത്. He got interested in her. They say he was fascinated by the way she smelled the fish. സോ അതാ പറഞ്ഞത് അല്ലെ അവളുടെ ആ ഒരു മീൻ മണത്തിലല്ലേ അയാള് കാമാതുരനായി എന്നുള്ളതാണ്. സോ ആ ഒരു ഫിഷിന്റെ മണം അല്ലെ അയാളെ കാമത്തെ ഓർമ്മപ്പെടുത്തി. മത്സ്യഗന്ധി സോ അതാണ് മത്സ്യഗന്ധം. സോ മത്സ്യഗന്ധം എന്ന് പറയുന്നത് അല്ലെ അതാണ് ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള അല്ലെ വികാരങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗന്ധം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം എന്ന് നമ്മുടെ ആക്ട്രസ് അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്. സോ അങ്ങനെ നമ്മുടെ സേജ് അല്ലെ പരാശര എന്ത് ചെയ്യാണ് ആ ബോട്ടിന്റെ ചുറ്റും അല്ലെ ആ ഒരു ചെറു തോണിയുടെ ചുറ്റും അല്ലെ ഒരു സ്വയം അല്ലെ ശക്തിയാൽ തപസ്സിന്റെ ശക്തിയാൽ കിട്ടിയ അല്ലെ ആ ഒരു മാജിക്കൽ പവർ വെച്ചിട്ട് അയാള് അല്ലെ ഒരു മിസ്റ്റ് പോലെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ് അവളുമായിട്ട് ആ ഒരു നമ്മൾ പറയില്ലേ സെക്സിൽ ഏർപ്പെടുകയാണ്. സോ അങ്ങനെ ജനിച്ച മകനാണ് ആര് വ്യാസൻ. ബട്ട് അതിനുശേഷം അല്ല പിന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മഹാഭാരത കഥ അല്ലെ വളരെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് സാത്യവതി എന്ത് വിളിക്കാം മഹാഭാരതത്തിലെ മുത്തശ്ശി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. കാരണം അല്ലെ പിന്നെ എന്ത് ചെയ്യാണ് സാത്യവതി ആരെ മാരി ചെയ്യാണ് ശാന്തനു അല്ലെ ശാന്തനുവിനെ മാരി ചെയ്യുന്നു അല്ലെ. ശാന്തനുവിനെ മാരി ചെയ്തതിൽ എന്തുണ്ടാവുന്നു 2 കുട്ടികൾ ഉണ്ടാവുകയാണ്. ആരൊക്കെയാണ് ചിത്രാംഗത ആൻഡ് വിചിത്രവീരൻ അല്ലെ. ചിത്രാംഗതയും വിചിത്രവീരനും ഉണ്ടാവുകയാണ്. അവരുടെ അല്ലെ പരമ്പരകളിൽ നിന്നുണ്ടായവരാണ് ഈ പാണ്ഡവരും കൗരവരും ഒക്കെ. സോ പാണ്ഡവരും കൗരവരുടെയും അല്ലെ ഒരു ഗ്രാൻഡ് മദർ ആയിട്ടാണ് ആര് വരിക സാത്യവതി വരുന്നത് എന്നുള്ളതാണ്. സോ അവളുടെ കഥയാണ് ഇവിടെ പറഞ്ഞത്. നോക്ക് ബാക്കി എന്ത് പറയുന്നത്. At last he decided to have her in the body itself and he creates a canopy, a cover out of the thin blue mist. അല്ലെ ആ ഒരു നേരിയ അല്ലെ നീല മഞ്ഞ് കൊണ്ട് അയാൾ എന്തുണ്ടാക്കി ഒരു ആഭരണമുണ്ടാക്കി അല്ലെ. അവരുടെ ആ ഒരു ബോട്ടിന് ചുറ്റും ആഭരണമുണ്ടാക്കിയിട്ട് മെല്ലെ അവളുമായിട്ട് അതിൽ നിന്നും അല്ലെ രമിച്ചു. അങ്ങനെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടു. അങ്ങനെയല്ലേ അതിൽ ജനിച്ച മകനാണ് വ്യാസൻ. സോ കാനോപ്പി പറഞ്ഞാല് കവർ എന്നുള്ളതാണ്, എ ഷെയ്ഡ് എന്നുള്ളതാണ്, മഞ്ഞിന്റെ ആവരണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സോ ഇത്രയും പറഞ്ഞല്ലേ നമ്മുടെ ആക്ട്രസ് എന്ത് ചെയ്യാണ് ചേഞ്ചിങ് ഹർ എക്സ്പ്രഷൻ ഫിയേഴ്സ്ലി. പെട്ടെന്നല്ലേ ഒരു മുഖം സീരിയസ് ആയി ആൻഡ് സ്റ്റാരിങ് അറ്റ് ദ ഓഡിയൻസ്. സോ ആളുകളുടെ നേരെ നോക്കി അവൾ പറയാണ്. സോ അല്ലെ മത്സ്യഗന്ധി സാത്യവതി അല്ലെ. അപ്പൊ സാത്യവതി ഓ ലൈക്ക് വാട്ട് അല്ലെ ആരെപ്പോലെ. സോ ആരെപ്പോലെ എന്ന് ഇപ്പൊ പറയാ അല്ലെ. ലൈക്ക് യു റിമെമ്പർ ഹൗ അവർ ഫ്ലോറി വാസ് ആഡഡ് by 3 such sages together near the ഉള്ളൂർ മാർക്കറ്റ്. ഓ നമ്മളെ ഫ്ലോറി അല്ലെ. ഫ്ലോറി എന്ന് പറയുന്ന ലോ കാസ്റ്റിൽ പെടുന്ന അല്ലെ ഇവളെ പോലെയുള്ള ഒരു മുക്കുവത്തി ആയിരിക്കാം. ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി നമ്മള് അല്ലെ. സോ ഓ ഫ്ലോറി അല്ലെ അവളെ ബലാത്സംഗം ചെയ്ത പോലെ അല്ലെ. എന്താണ് 3 ആൾക്കാർ അല്ലെ 3 സച്ച് സേജസ് ആണ് അല്ലെ. സേജസ് ആരാണ് സേജസ് ഇവിടെ ഏതാണ് സേജ് പരാശര അല്ലെ. ഓ പരാശര ചെയ്ത പോലെ അല്ലെ 3 സേജസ് എന്ത് ചെയ്തു ഒരിക്കല് അല്ലെ നമ്മുടെ പാവം ഫ്ലോറിയെ അല്ലെ ബലാത്സംഗം ചെയ്തു, ബലാത്കാരമായിട്ട് അല്ലെ സെക്സിൽ ഏർപ്പെടുത്തി ആ ഒരു ഉള്ളൂർ മാർക്കറ്റില്. സോ ആ ഉള്ളൂർ മാർക്കറ്റിൽ അല്ലെ അത്രയും തിരക്കുള്ള മാർക്കറ്റിൽ അല്ലെ അവര് 3 ആൾക്കാർ ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്തു. സോ അതുപോലെ അല്ലെ അത്രയും ആൾക്കാരുള്ള അല്ലെ കടത്തില് മഞ്ഞുകൊണ്ട് മറയുണ്ടാക്കിയ അല്ലെ സേജ് പരാശര പണ്ടും അല്ലെ എന്താണ് അതേ കാര്യം ചെയ്തു എന്നുള്ളതാണ്. സോ അല്ലെ ഇങ്ങനെ സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുന്നതും അല്ലെ നിസ്സഹായരായിട്ടുള്ള അല്ലെ സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുന്നത്
അന്നും ഇന്നും അല്ലെ അതിൽ മാറ്റമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ അല്ലെ പറയുന്നത്. സോ ഇവിടെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അതാണ്. they didn't even need an excuse of a cover അല്ലെ. സോ നമ്മുടെ എന്താണ് നമ്മുടെ ഈ 3 മുനിമാരുണ്ടല്ലോ ഫ്ലോറിയെ ബലാത്സംഗം ചെയ്ത, അവർക്കല്ല അങ്ങനെ കവറിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എക്സ്ക്യൂസ് ഓഫ് എ കവർ. സോ അവർക്കല്ലേ ആ ഒരു മിസ്റ്റിന്റെ കവർ കൊണ്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഫിസ്റ്റിംഗ് യൂസ് അല്ലെ, അങ്ങനെയുള്ള ഫിസ്റ്റിംഗ് അല്ലെ, ആ ഒരു മണം അല്ലെ, ഒരുവനിൽ കാമം ഉണർത്താൻ മാത്രം പോന്ന അല്ലെ മണം, അത് അല്ലെ എന്താണ് നാറ്റമാണെന്നാ നിങ്ങൾ പറയുന്നത്. ഓഹോ അല്ലെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. I think we can stop here. We will meet again in the next class with the rest of the chapter, and we will finish the chapter in the next class.